തന്നല്ലോ അപ്പാ. ഹല്ലേലൂയ കർത്താവേ. ഈ മാസത്തിന്റെ ആദ്യത്തെ ഞായറാഴ്ച അടികൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തെങ്കിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവേ, കഴിഞ്ഞൊരു മാസം അടികളെ നടത്തിയ എല്ലാ വഴികൾക്കായി, എല്ലാ അനുഗ്രഹങ്ങൾക്കായി, എല്ലാം നന്മയ്ക്കായി അടികൾ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ. കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളൊക്കെ ഉണ്ടായിട്ട് നിന്റെ മക്കളെ എല്ലാം ഉള്ളംകരങ്ങളിൽ വഹിച്ചല്ലോ. നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നപ്പാ. ഇന്നടികൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തെങ്കിലായിരിക്കുമ്പോൾ വലിയ വിടുതലിനെ അവിടുന്ന് ഒരുക്കണമേ കർത്താവേ. നിന്റെ മക്കളുടെ ഹൃദയത്തെ കർത്താവ് അറിയുന്നുണ്ടല്ലോ. ഹല്ലേലൂയ കർത്താവേ. അവരുടെ ആവശ്യങ്ങളോട് അറിയുന്നുണ്ടല്ലോ കർത്താവേ. സഭാ ആരാധന നിന്റെ മക്കളുടെ ജീവിതത്തിൽ അത് വിടുതലായി എന്ന് പറയുവാൻ എൻ്റെ സഭയിൽ ഞാൻ കടന്നുപോയത് ഹല്ലേലൂയ, എനിക്ക് വലിയ വിടുതലായി എന്ന് പറയുവാൻ കർത്താവേ, അത് മറ്റുള്ളവരോട് പറയുവാൻ, അനേകരെ അങ്ങയുടെ സന്നിധിയിലേക്ക് കൂട്ടിവരുത്തുവാൻ അടിയുടെ സഭാ ശുശ്രൂഷകളൊക്കെയും ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്നത്തെ ശുശ്രൂഷകളെല്ലാം അവിടുന്ന് മാനിക്കണമേ അപ്പാ. പാടുവാൻ, ആരാധിപ്പാൻ നിന്റെ മക്കളെ നീ ബലപ്പെടുത്തണമേ കർത്താവേ. ഒരു പുതിയ അനുഭവം, ഒരു പുതിയ പാട്ട് ഹല്ലേലൂയ നീ അടിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതിനായി അടികളങ്ങേ സ്തുതിക്കുന്നപ്പാ. അത് ഏറ്റെടുക്കുവാനുള്ള കൃപ നീ അടിങ്ങളുടെ മേൽ ചൊരിയുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചന ശുശ്രൂഷകളുടെ മേൽ വലിയ സാന്നിധ്യം ഇറങ്ങി വരണമേ കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. ഹല്ലേലൂയ. ദാസന്മാരിലൂടെ കർത്താവേ കേൾക്കുന്ന വചനങ്ങളൊക്കെ നിന്റെ മക്കളുടെ ഹൃദയത്തിൽ അത് ഉറച്ചിരിക്കുവാൻ കർത്താവേ ഹല്ലേലൂയ, അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാൻ, മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് കാരണമായി തീരേണ്ടതിന് സ്വർഗം സഹായിക്കുമാറാകണമെന്ന് അടികൾ അങ്ങയോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്തൃമേശ ശുശ്രൂഷയിലും കർത്താവേ ഭാഗമാക്കാകുവാൻ നിന്റെ മക്കളെ കർത്താവ് ബലപ്പെടുത്തണമേ കർത്താവേ. ഹല്ലേലൂയ. കർത്താവ് വന്നിട്ടില്ല എന്ന് ഹല്ലേലൂയ കർത്താവെ ഉറപ്പിക്കുന്ന ഹല്ലേലൂയ അവസ്ഥയിലായിരിക്കുമ്പോൾ, എന്നാൽ കർത്താവിൻ്റെ വരവേറ്റവും അടുത്തിരിക്കുന്നു എന്ന് ഇന്ന് മനസ്സിലാക്കിക്കൊണ്ട് കരങ്ങളെ നീട്ടുവാൻ സ്വർഗത്തിന്റെ ജനത്തെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം നന്മയ്ക്കായി അടികളങ്ങേ സ്തുതിക്കുകയാകുന്ന കർത്താവേ. എല്ലാ അനുഗ്രഹങ്ങൾക്കായും അവിടെ അടികളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. അവന്റെ ദാസനായി സ്തോത്രം ചെയ്യുന്നു. ശുശ്രൂഷിപ്പാൻ കർത്താവ് ബലപ്പെടുത്തണമേ. പുതിയൊരു അഭിഷേകം ദാസന്റെ മേൽ അയക്കണമേ കർത്താവേ. അത് സഭയ്ക്ക് അനുഗ്രഹമാകുവാൻ, സഭാജനത്തിന് അനുഗ്രഹമാകുവാൻ സ്വർഗമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകല മാനവും മഹത്വവും അവിടത്തേക്ക് തരുന്നു. യേശുവിന് അതിമഹത്വമുള്ള നാമത്തിൽ തന്നെ നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയ്ക്ക് വേണ്ടി നമ്മെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇപ്പോൾ ഏറ്റവും ബ്രദർ മുമ്പോട്ട് കടന്നു വന്ന് ആരാധന ലീഡ് ചെയ്യും. നല്ല പ്രഭാതത്തിൽ ഒരിക്കൽ കൂടെ സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ സാധുക്കളായ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഒരിക്കൽ നൽകുന്ന നല്ല അവസരങ്ങൾക്ക് നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ ഒരിക്കൽ കൂടെ ദൈവമുഖം അന്വേഷിക്കുവാൻ, ദൈവശബ്ദം കേൾക്കുവാൻ കർത്താവ് ഒരു അവസരം നൽകി തന്നു. ലോകമെമ്പാടും കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ, ഇന്ത്യയുടെ വിവിധ ഇടങ്ങളിൽ പ്രക്ഷോഭങ്ങളും പ്രക്ഷുബ്ധമായ അവസ്ഥകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രൈസ്തവർക്കെതിരായി, ദൈവദാസന്മാർക്കെതിരായൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരുമിച്ച് ആ വിഷയങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് ആ വിഷയങ്ങളുടെ മധ്യത്തിൽ വലിയൊരു അത്ഭുതം ഈ ദിവസങ്ങൾ ചെയ്യേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. നാം അനുഭവിക്കുന്ന ഈ ഒരു സ്വാതന്ത്ര്യം അത് ഒത്തിരി നാളുകൾ നിലനിൽക്കുകയില്ല. എങ്കിലും എല്ലാം കർത്താവ് നന്നായി ചെയ്യേണ്ടതിന് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ഒരു കാര്യം ഞാൻ ഉറപ്പോടെ പറയാം, ഒന്നിനും സുവിശേഷത്തെ തടഞ്ഞു വയ്ക്കുവാൻ കഴിയുകയില്ല. ഒരു വ്യക്തിക്കോ ഒരു സാമ്രാജ്യ ശക്തികൾക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ ഒന്നിനും സുവിശേഷത്തെ തടഞ്ഞു വയ്ക്കാൻ കഴിയുകയില്ല. വ്യക്തികളല്ല പ്രാധാന്യം, സുവിശേഷം അത് മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കും. ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ സുവിശേഷത്തിന്റെ വക്താവായി എഴുന്നേൽക്കുക തന്നെ ചെയ്യും. ഇന്ന് പകൽ കർത്താവ് നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യം, നാം അതിന് തയ്യാറാണോ? നമ്മൾ എത്ര പേർ അതിന് തയ്യാറാകും എന്നുള്ളൊരു ചോദ്യം ഇന്ന് പകൽ കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ്. നമ്മെ തന്നെ ഇന്ന് പകൽ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. ഏത് നേരത്തും നമുക്ക് ഓടി അടുക്കുവാൻ, അഭയം പ്രാപിക്കുവാൻ ഒരേ ഒരു സ്ഥാനമേ ഉള്ളൂ, അത് കർത്താവ് മാത്രമാണ്. ഇന്ന് പകൽ ആ കർത്താവിൻ്റെ മുഖത്തേക്ക് പ്രാർത്ഥനയോടെ, ആവശ്യബോധത്തോടെ നാം കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. ഒരു നിമിഷം ആ കണ്ണുകളെല്ലാം ദൈവസന്നിധിയിൽ അടച്ച് ഹൃദയങ്ങളെല്ലാം ഏകാഗ്രമാക്കി അകക്കണ്ണുകളെല്ലാം തുറന്ന് ഹല്ലേലൂയ, മഹത്വ സിംഹാസനസ്ഥനായ ആ കർത്താവിൻ്റെ ആ തേജസ് ഇന്ന് പകലൊന്ന് ദർശിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരും
നമ്മുടെ തൊട്ടരികിൽ, നമ്മുടെ ശ്വാസത്തെക്കാൾ അരികിൽ നമ്മുടെ പ്രാണനാഥന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ, മറ്റെല്ലാം മറന്നുകൊണ്ട്, മറ്റെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇന്ന് പകൽ ആരാധനയുടെ ദിവസമാണ്. നാം ഒരുമിച്ച് ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ ആരാധിക്കുന്നേ. ഇന്ന് പകൽ ചേർന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക്, ആ സന്നിധിയിലേക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. പ്രാരംഭ നിമിഷങ്ങൾ ആമേൻ ഒന്ന് ദൈവകരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിക്കാം, മറ്റെല്ലാം മറന്നുകൊണ്ട്. ഹല്ലേലൂയ. പ്രശ്നങ്ങളുടെ, ദുഃഖത്തിന്റെ, നെടുവീർപ്പിന്റെ ഒക്കെ നടുവിലായിരിക്കാം നാം ഓരോരുത്തരുമായിരിക്കുന്നത്. എന്നാൽ ഇന്ന് പകൽ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് ഹൃദയങ്ങളെല്ലാം ഏകാഗ്രമാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലവനായ ദൈവം, നല്ല ദൈവം, നമ്മെ കരുതുന്ന ദൈവം, നമ്മെ കാക്കുന്ന ദൈവം, നമ്മെ പുലർത്തുന്ന സർവശക്തനായ ദൈവം, ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. ഹല്ലേലൂയ. ഓ എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. പടമോ? എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഓ അന്യനല്ലവൻ യേശു, ഇന്നലെയും ഇന്നും എന്നും. ഇന്നലെയും ഇന്നും എന്നേക്കും നമ്മോട് കൂടെയുണ്ട് കർത്താവ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലാണ് മോശയ്ക്ക് യഹോവ എന്ന പേര് വെളിപ്പെടുന്നത്. യഹോവ എന്ന പേരിൻ്റെ അർത്ഥം ഇന്നലെ ആയിരുന്ന ദൈവം, ഇന്ന് ഉള്ള ദൈവം, നാളെ നമ്മോട് കൂടെയുള്ള ദൈവം. ആ യഹോവയാണ് നമ്മോട് കൂടെയുള്ളത്. ഇന്നലകളിൽ നമ്മെ താങ്ങിയ ദൈവം, ഇന്ന് ആയുസ്സോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ ഈ ആലയത്തിന് തണലിലൂടെ ആയിരിക്കുന്നതിന് കാരണം യഹോവയാണ്. നാളെ നാം ജീവിക്കുന്നുവെങ്കിൽ അതിന് കാരണം കർത്താവ് മാത്രമാണ്. നമ്മുടെ ഇന്നലകളെ, നമ്മുടെ ഇന്നുകളെ, നമ്മുടെ നാളകളെ ആ കർത്താവിൻ്റെ കരങ്ങളിലുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഭാരം നേരിടുന്ന സമയത്ത് ആമേൻ ഹല്ലേലൂയ, സാരമില്ലെന്ന് നമ്മോട് വന്നോതുന്ന ആ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ ചേർന്ന് ഈ ഗാനത്തിൻ്റെ ശരണങ്ങളെ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. നമ്മുടെ കർത്താവ് നല്ല ദൈവമാ, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ കർത്താവ്. ആ കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന പ്രിയപ്പെട്ടവർ ആത്മനിറവിൽ പ്രാർത്ഥനയോടെ ഈ ഗാനത്തിൻ്റെ വരികളെ ധ്യാനിക്കാം, ധ്യാനത്തോടെ പാടി ഇന്ന് പകൽ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. എന്നും നല്ലവൻ, എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ, യേശു ഇന്നലെയും ഇന്നും എന്നും. ഭാരമുള്ളിൽ നേരിടും, ഭാരമുള്ളിൽ നേരിടും, നേരമെല്ലാം താങ്ങിടും. ഭാരമുള്ളിൽ നേരിടും, നേരമെല്ലാം. ഓ സാരമില്ലെന്നോതിടും തന്മാർവിലെന്നെ, ഓ സാരമില്ലെന്നോതിടും തന്മാർവിലെന്നെ. സഭ ചേർന്ന് പാടട്ടെ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ, യേശു ഇന്നലെയും അന്യനല്ലവൻ. സംഭവങ്ങൾ കേൾക്കവേ കമ്പമുള്ളിൽ ചേർക്കവേ, സംഭവങ്ങൾ കേൾക്കവേ കമ്പമുള്ളിൽ ചേർക്കവേ, തമ്പുരാൻ ഓർക്ക
പോലാകവേ തമ്പുരാന്റെ തിരുവാസനമോർക്കവേ പോലാകവേ എന്നും അത് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർ, യേശു എനിക്ക് നല്ലവനാണ് എന്ന് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർ ചേർന്ന് പാടട്ടെ. ഓ ഇന്നും എന്നും അന്യനല്ലവൻ യേശു, ഇന്നലെയും ഇന്നും എന്നും. ഉലകവയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ, ഉലകവയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ, തണലെനിക്കു നൽകിടുവാൻ വലഭാഗത്തായി. ഓ തണലെനിക്കു നൽകിടുവാൻ. എന്നും നല്ലവൻ, എന്നും നല്ലവൻ, എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ യേശു, ഇന്നും എന്നും അന്യനല്ലവൻ. വിശ്വസിക്കുവാനുമൻ ആശ വച്ചിടാനുമീ, വിശ്വസിക്കുവാനുമൻ ആശ വച്ചിടാനുമീ, വിശ്വമതിലാശ്വസിപ്പാനാശ്രയവും യേശുവാ, വിശ്വമതിലാശ്വസിപ്പാൻ ആശ്രയവും യേശുവാ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഓ രാവിലും പകലിലും ചേലോടുതൻ പാലനം, രാവിലും പകലിലും ചേലോടുതൻ പാലനം. ഭൂമിയിൽ അതനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ, ഭൂമിയിൽ തന്റെ പാലനം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മൾ ചേർന്ന് പാടട്ടെ. ഓ മാലിനില്ല കാരണം, എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും ചേർന്ന് പാടട്ടെ, ചേർന്ന് പാടട്ടെ. യേശു ഇന്നും എന്നും അന്യനല്ലവൻ, എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ യേശു, ഇന്നലെയും ഇന്നും എന്നും. ഉലകവയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ, ഉലകവയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ, തണലെനിക്കു നൽകിടുവാൻ വലഭാഗത്തായുള്ളു താൻ, തണലെനിക്കു നൽകിടുവാൻ. ഓ എന്നും നല്ലവൻ, എന്നും നല്ലവൻ. ഇന്നലെയും അന്യനല്ലവൻ യേശു, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, സാരമില്ലെന്നോതിടും തന്മാർവിലെന്നെ ചേർത്തിടേ, സാരമില്ലെന്നോതിടും തന്മാർവിലെന്നെ ചേർത്തിടും, സാരമില്ലെന്നോതിടും തന്മാർവിലെന്നെ ചേർത്തിടും, സാരമില്ലെന്നോതിടും തന്മാർവിലെന്നെ ചേർത്തിടും. എന്നും
യേശു എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ. ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ, എന്നും നല്ലവൻ. യേശു എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ. യേശു ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ. യേശു ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ. യേശു ഇന്നലെയും അന്യനല്ലവൻ. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് യേശു അന്യനല്ല? ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ എന്നോളമുള്ള യാത്രയിൽ അനേകർ നമുക്ക് അന്യരായി പോയിട്ടുണ്ടല്ലേ? പലരും നമുക്ക് അന്യരായി പോയിട്ടുണ്ട്. കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ പലരും അന്യരായി പോയി. മരണം വഴി പോയി, രോഗം വഴി പോയി, സൗഹൃദങ്ങൾ പലതും അറ്റുപോയി. എന്നാലും ഇന്നും നമ്മോട് കൂടെയുള്ളത് യേശു മാത്രമേ ഉള്ളൂ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർക്ക് ആ ഉറപ്പ് പറയാൻ കഴിയും? ആമേൻ. ആ യേശു കൂടെയുണ്ടെന്ന് മാത്രമല്ല, നമുക്ക് തണലായി, നമുക്ക് സങ്കേതമായി, നമുക്ക് ആശ്രയമായി, നമുക്ക് ഓടി അടുക്കുവാൻ ആമേൻ ഉറപ്പുള്ള ഒരു പാറയായി ആ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർ ആ നല്ല കർത്താവിനെ ഇന്ന് പകൽ ചേർന്ന് ആമേൻ നമുക്ക് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. കർത്താവേ, അഭിഷേകം എൻ്റെ മേൽ പകർന്നിടുക. ഞാൻ പുതുശക്തി പ്രാപിക്കുവാൻ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. ആത്മശക്തിയാൽ കർത്താവേ എന്നെ നിറയ്ക്കുക. ആമേൻ. ഒരുമിച്ച് ചേർന്ന് കരങ്ങളെ അടിച്ച് പാടി ഈ ഗാനത്തിൻ്റെ ശരണങ്ങളെ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി, ദൈവനാമഹത്വത്തിന് വേണ്ടി പാടി മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. ചെന്ന് പറട്ടെ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. ഓ ക്ലേശം നിറയും മരുയാത്രയിൽ ഞാൻ അങ്ങേ സ്തുതിച്ചാർത്തിടുമ്പോൾ. ഓ തുറന്നിടുക നൽനീരുറവ, ഞാൻ എഴുന്നേറ്റു ശോഭിക്കുവാൻ. ഓ ക്ലേശം നിറയും മരുയാത്രയിൽ ഞാൻ അങ്ങേ സ്തുതിച്ചാർത്തിടുമ്പോൾ. ഓ തുറന്നിടുക നൽനീരുറവ, ഞാൻ എഴുന്നേറ്റു ശോഭിക്കൂ. അഭിഷേകം അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ
ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. ഓ കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യുക, വിശുദ്ധിയോട് ആരാധിപ്പാൻ. ഓ ആത്മാവിനാലെ നിശക്തിയാലെ വൻകോട്ടകൾ തകർത്തിടുവാൻ. കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യുക, വിശുദ്ധിയോട് ആരാധിപ്പാൻ. ആത്മാവിനാലെ നിശക്തിയാലെ വൻകോട്ടകൾ തകർത്തിടുവാൻ. ചെറുവാരുടെ അഭിഷേകം തകർത്തിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം ഓ പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. ആമേൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. ഓ ഹല്ലേലൂയ പാടിടാം, ഉയർത്തിയിടാം യേശുനാമം. ഓ ഹല്ലേലൂയ പാടിടാം, ഉയർത്തിയിടാം യേശുനാമം. ആമേൻ. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. ആമേൻ. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. ഓ ഹല്ലേലൂയ പാടിടാം, ഉയർത്തിയിടാം യേശുനാമം. ആമേൻ. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിയിടാം യേശുനാമം. ഓ വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. ആമേ വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. ആരാധിക്കാം പരിശുദ്ധനേ, ഓ അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ. ആരാധിക്കാം പരിശുദ്ധനേ, അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ. സർവസ്തുതികൾക്കും യോഗ്യനായ യേശുവെ ആരാധിക്കാം. സർവസ്തുതികൾക്കും യോഗ്യനായ യേശുവെ ആരാധിക്കാം. ചെറുവാരുടെ ഹല്ലേലൂയ പാടിടാം, ഉയർത്തിയിടാം യേശുവിന്റെ നാമം മാത്രം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിയിടാം യേശുനാമം. ഓ വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. ഓ വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. ഓ ശാമകാലത്തുമെന്നെ ക്ഷേമമായി പോറ്റിടുന്ന, ശാമകാലത്തുമെന്നെ ക്ഷേമമായി പോറ്റിടുന്നു. യേശുവിൻ കരുതലിനായി സ്തുതികൾ മുഴക്കിടാം. ഓ യേശുവിൻ കരുതലിനായി ആമേൻ സ്തുതികൾ മുഴക്കിടാം. ഓ ഹല്ലേലൂയ
മനസ്സു തകർന്നിടുമ്പോൾ ശക്തിയാൽ നിറച്ചിടും. മനസ്സു തകർന്നിടുമ്പോൾ ശക്തിയാൽ നിറച്ചിടും. യേശുവിൻ സ്നേഹത്തെ എങ്ങനെ ഞാൻ വർണ്ണിക്കൂ. ഓ യേശുവിൻ സ്നേഹത്തെ എങ്ങനെ ഞാൻ വർണ്ണിക്കൂ. ഓ ഹല്ലേലൂയ. ആരാധിച്ചാർത്തിടുമ്പോൾ വാതിലുകൾ വിശ്വസിക്കുന്നവർ പാടട്ടെ. ആരാധിച്ചാർത്തിടുമ്പോൾ ആമേൻ വാതിലുകൾ തുറക്കൂ. യെരിഹോ മതിലിടിയോ ആമേൻ അത്ഭുതങ്ങൾ നടക്കൂ. ആമേൻ യെരിഹോ മതിലിടിയോ അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ പാടട്ടെ. ഹല്ലേലൂയ. ഉയർത്തിയിടാം യേശുവിന്റെ നാമം ഇന്ന് പകൽ. എല്ലാ ജനങ്ങളും യേശുവിന്റെ നാമം ഉയർത്തട്ടെ. ഓരോ ശബ്ദരാധരാധിയാനവ. ഹല്ലേലൂയ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ. നിരവാരവരം ശരാധിയാധരാധരവൗടവരവ ശബ്ദരേ. ഓ ഹല്ലേലൂയ. വല്ലഭനാമേശുവേ ആരാധിച്ചാർത്തിടാം. ഓ വല്ലഭനാമേശുവേ ആരാധിച്ചാർത്തിടാം. ഓ വല്ലഭനാമേശുവേ ആരാധിച്ചാർത്തിടാം. ഓ വല്ലഭനാമേശുവേ ആരാധിച്ചാർത്തി. വല്ലഭനാമേശുവേ ആരാധിച്ചാർത്തി. ഒരുമിച്ച് കർത്താവിന്റെ നാമത്തെ ഉയർത്തട്ടെ. യേശുവിന്റെ നാമത്തിൽ ആരാധന. എല്ലാ മുഴങ്കാലുകളും മടങ്ങുന്ന, എല്ലാ നാമം ഏറ്റുപാടുന്ന യേശുവിന്റെ നാമത്തിന് മാത്രം ആരാധന. ശാമകാലത്ത് ക്ഷേമമായി പുലർത്തുന്ന, മനസ്സു തകരുമ്പോൾ ശക്തിയാൽ നിറയ്ക്കുന്ന, അഭിഷേകത്താൽ നിറയ്ക്കുന്ന യേശുവിന്റെ നാമത്തിന് ആരാധന. യേശുവിന്റെ നാമത്തിന് ആരാധന. യേശുവിന്റെ നാമത്തിന് ആരാധന. ഓ ഉയർത്തിയിടാം യേശുനാമമേ. വല്ലഭനാമേശുവേ ആരാധിച്ചാർത്തിടാം. ആമേ വല്ലഭനാമേശുവേ ആരാധിച്ചാർത്തിടാം. ഓ യേശുവേ ഹല്ലേലൂയ. ഓ ശരരബരബ ദിയാരവൽകാരനേ ദിയാന്തരാധന ശബ്ദാരധന ബൗഡവരബൗഡരാ ധീരവരബൗഡരം ശേരിയാധാരനൽ ദേരിയാധരബൗഡവരബ ശബ്ദരാദിയാധരവ ദുവരവരവരബ ശബ്ദരേരിയാധര ധീരാധരാദിയാധരേരിയാധരവ ശംഭാരധനാദിയാനവൽകാരധരേരിയാനവ. ഒരുമിച്ച് ആരാധിക്കട്ടെ, ഒരുമിച്ച് ആരാധിക്കട്ടെ, ഒരുമിച്ച് ആരാധിക്കട്ടെ. ഒരുമിച്ച് ആർപ്പിടുമ്പോൾ യെരിഹോവിന്റെ മതിലുകൾ തകർന്നു വീണതുപോലെ, അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറക്കുന്നത് പോലെ ഇന്ന് പകൽ നാം ചേർന്ന് ആരാധിക്കുമ്പോൾ ജീവിതത്തിന് പ്രതിസന്ധിയായി നേരിടുന്ന എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. ആരാധനയുടെ സ്വാതന്ത്ര്യം വെളിപ്പെടട്ടെ. ആരാധനയിൽ വിടുതൽ വെളിപ്പെടട്ടെ. ആരാധനയിൽ സൗഖ്യം വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ മുന്നോട്ട് വിടത്തില്ല, മുന്നോട്ട് വിടത്തില്ലെന്ന് വാദിക്കുന്ന ശത്രുവിന്റെ എല്ലാ ബന്ധനങ്ങളും, ഭാവിയുടെ മേൽ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്ന എല്ലാ അന്യായ ശക്തികളും യേശുവിന്റെ നാമത്തിൽ ആരാധനയുടെ മുൻപിൽ തകർന്നു മാറട്ടെ. ഓ രവ
വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഓരോ മൺകൂടാരങ്ങളിലും അളവില്ലാതെ 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 ഓ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ജനം സ്വാതന്ത്ര്യം അനുഭവിക്കേണ്ട കർത്താവേ, ജനം സൗഖ്യം അനുഭവിക്കേണ്ട കർത്താവേ, ജനം വിടുതൽ അനുഭവിക്കേണ്ട കർത്താവേ, വാതിലുകൾ അവർക്ക് മുൻപിൽ തുറക്കട്ടെ കർത്താവേ. ഓ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഓ Hallelujah. Hallelujah. Oh, hallelujah. ആഞ്ഞു വരുന്ന തിരമാലകൾക്ക് മുൻപിൽ, അടിച്ചുയരുന്ന കാറ്റിന് മുൻപിൽ, ശത്രു എയ്തു വിടുന്ന തീയമ്പുകൾക്ക് മുൻപിൽ നമ്മളുടെ സമരായുധം എന്ന് പറയുന്നത് യേശുവിന്റെ നാമം മാത്രമാണ്. നമുക്ക് സ്വതവേ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. നാം ഉപയോഗിക്കുന്ന ഒരേ ഒരു സമരായുധം, യുദ്ധതന്ത്രം എന്ന് പറയുന്നത് യേശുവിന്റെ നാമം മാത്രമാണ്. യഹോവയുടെ നാമം. യഹോവയുടെ നാമത്തിൽ ഞാൻ നിനക്കെതിർപ്പെടുന്നു എന്ന് ദാവീദ് പറഞ്ഞ് മല്ലനായ ഗോലിയാത്തിനെ തകർത്ത് താഴെയിട്ടതുപോലെ ഇന്ന് പകൽ നാം ആരാധിക്കുമ്പോൾ നമ്മുടെ മുൻപിൽ വാതിലുകൾ തുറക്കുകയാ. എരിഹോ മതിലുകൾ നമ്മുടെ മുൻപിൽ വീഴുകയാ. അത് നമ്മുടെ ആർപ്പിന്റെ ശക്തി കൊണ്ടല്ല, കാരണം നാം ആരാധിക്കുന്നത് സർവശക്തനായ ദൈവത്തെ ആയതുകൊണ്ട്. നാം ആരാധിക്കുന്നത് അധികാരമുള്ള ദൈവത്തെയാ. നാം വണങ്ങുന്നത് ആരിലും ഉന്നതനായ ദൈവത്തെയാ. എന്നപ്പോൾ നാം ചേർന്ന് പാടുകയാ, പുകഴ്ത്തിയിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിയെ. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്ക് യേശു മാത്രമാണ് യോഗ്യൻ. അധികാരമുള്ളവനെയാണ് നാം ഇന്ന് ആരാധിക്കുന്നത്. ഒരുമിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ചേർന്ന് ഈ ഗാനത്തിന്റെ ശരണങ്ങളെ പാടി നമ്മുടെ സർവശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്താം. ആത്മനിറവിൽ ഇന്ന് പകൽ മറ്റെല്ലാം മറന്നുകൊണ്ട് വിഷമതകൾ മാറിപ്പോകട്ടെ, ദുഃഖങ്ങൾ മാറിപ്പോകട്ടെ, പ്രയാസങ്ങൾ മാറിപ്പോകട്ടെ. അധികാരമുള്ള ദൈവത്തെ നാം ഒരുമിച്ച് ചേർന്ന് ആരാധിക്കുകയാ. ആത്മാവിലും സത്യത്തിലും ആ കർത്താവിനെ ചേർന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഓ പുകഴ്ത്തിയിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിയെ. ഓ സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. വിശ്വസിക്കാം ഏകരക്ഷകനെ, ഏറ്റുപറയാം യേശുവിനെ, കർത്താതി കർത്താവിനെ. വിശ്വാസത്തോടെ വിശ്വസിക്കാം യേശുവിനെ, ഏകരക്ഷകനെ. ഓ ഏറ്റുപറയാം യേശുവിനെ, കർത്താതി കർത്താവിനെ. ആരാധിക്കാം ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. യേശുക്രിസ്തുവിനെ, അധികാരം ആരിലുള്ളവരെ സ്നേഹിച്ചിടാം യേശുവിനെ, ഏറ്റവും പ്രിയനായോനെ. ഓ സേവിച്ചിടാം
യേശുവിനെ ഇന്നുമെന്നും അനന്യനെ സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റവും പ്രിയനായോനെ. ഓ സേവിച്ചിടാം യേശുവിനെ ഇന്നുമെന്നും അനന്യനെ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ. ആരിലും ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ. ഓ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ. ആരിലും ഉന്നതനെ. ഘോഷിച്ചിടാം യേശുവിനെ സത്യസുവിശേഷത്തെ. നോക്കി പാർക്കാം യേശുവിനെ. പ്രത്യാശയോടെ മാറട്ടെ. ഘോഷിച്ചിടാം യേശുവിനെ സത്യസുവിശേഷത്തെ. ഓ നോക്കി പാർക്കാം യേശുവിനെ വീണ്ടും വരുന്നവനെ. ഓ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ. ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ. ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ. വണങ്ങിടാം ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ. വണങ്ങിടാം ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ. ആരിലും ആരാധിക്കാം യേശു ക്രിസ്തുവിനെ വണങ്ങിടാം ദൈവ. ഓ ആരിലും ഉന്നതനെ. മാറും നിരാശ നീങ്ങും വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടുവാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും മശിഹാരാജൻ നമുക്കായി. ഭയമെല്ലാം മാറും നിരാശ നീങ്ങും വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടുവാതിൽ അടഞ്ഞവയെല്ലാം രാജൻ നമുക്കായി. ഓ യേശുവേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല യേശുവേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. പാപങ്ങൾ ഒഴിയും ഭാരങ്ങൾ മാറും. പുതിയൊരു ലോകം തുറന്നിടുമേ. കണ്ടിടും ഞാനാ നവ്യമ ഭൂമി. നിശ്ചയം ഞാനതിൽ വാഴും. വിശ്വാസത്തോടെ പ്രത്യാശയോടെ ഇന്ന് പകൽ നമുക്ക് വേണ്ടി കർത്താവ് ഭവനം ഒരുക്കുവാൻ പോയിരിക്കുന്നു. പോയതുപോലെ നാം തിരികെ വരും. ആ പ്രത്യാശയുള്ളവർ ചേർന്ന് വാഴട്ടെ. ഓ നിശ്ചയം ഞാനതിൽ വാണിടുമേ. യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ. ഓ യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു
ചേർക്കുവാൻ ഇത്രയും വേഗം മടങ്ങി വരും. ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവത്രേ. രോഗങ്ങൾ മാറട്ടെ, വിലാപം നൃത്തമായി മാറട്ടെ, അടഞ്ഞ വാതിലുകൾ തുറക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. അന്ധകാരത്തിന്റെ എല്ലാ ബന്ധനങ്ങളും മാറട്ടെ. ഇന്ന് പകൽക്കാലം നമ്മുടെ കരങ്ങൾ അടിച്ച് നമ്മുടെ ഹൃദയം ഒന്ന് തുറക്കപ്പെടട്ടെ. കർത്തൃഭൃത്യൻ ആത്മീയ ആരാധനയെ പറഞ്ഞതുപോലെ പ്രതിസന്ധികൾ ഉയർന്നു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ, വെല്ലുവിളികൾ ഉയർന്നു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ, സമ്മർദ്ദങ്ങളേറി നിൽക്കുന്ന ഇടത്ത് ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കാൻ കൃപ ലഭിച്ച ദൈവജനം മൗനമായിരിക്കാതെ, ദൈവത്തെ ആരാധിക്കാൻ ആരോഗ്യം ലഭിച്ച ദൈവജനം മൗനമായിരിക്കാതെ, ദൈവത്തിനു നന്ദി പറയാൻ അവസരം ലഭിച്ച ദൈവജനം നന്ദി പറഞ്ഞ് ഹല്ലേലൂയ. ഒരാത്മമണ്ഡലത്തിന്റെ അന്തരീക്ഷം ഇതിനകത്ത് സ്വർഗം തുറക്കട്ടെ. Yes. Hallelujah. നദികൾ ഘടകരകനറാം ഹല്ലേലൂയ. സന്തോഷത്തോടെ കർത്താവിന് ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ആ കരങ്ങൾ ഉയർത്താൻ പറ്റുന്നവരൊന്ന് കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ്സ് എൻ്റെ ഹൃദയത്തിനകത്ത്
ആവർത്തിച്ച് പരിശുദ്ധാത്മാവ് നൽകുകയാണ്. നിന്നെ അനുഭവിക്കുന്ന ചിലരുടെ പ്രാർത്ഥന ഞാൻ കേൾക്കുന്നു. എന്തോ ഞാൻ ആ വാക്ക് വീണ്ടും ആവർത്തിക്കുന്നു. നിന്നെ അനുഭവിക്കുന്ന ചിലരുടെ പ്രാർത്ഥന ഞാൻ കേൾക്കുന്നു. ഒന്നും കൂടെ ഞാൻ ആ വാക്ക് പറയുന്നു. നിന്നെ അനുഭവിക്കുന്ന നിന്റെ പ്രാർത്ഥന സ്വർഗം കേൾക്കുന്നു. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. റമാനാദൽ കടകമന. ഏതൊക്കെ വിഷയത്തിൽ ഇന്ന് പകൽ നീ ഒരു നിന്നെ അനുഭവിക്കുന്നോ, അവിടെ നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഇറങ്ങി വരികയും, വചനത്തിന്റെ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഇന്ന് കർത്താവിനെ നിന്റെ അരികത്തേക്കൊന്ന് നിനക്ക് കാണാൻ പറ്റുമോ? ഈ ശാന്തമായ അന്തരീക്ഷത്തിൽ ആരെയോ പരിശുദ്ധാത്മാവ് വ്യക്തമായി സ്പർശിക്കുന്ന ഒരു തലം ഇതിനകത്ത് ഞാൻ കാണുകയാണ്. ഓ ജീസസ്. നീ വാക്കുകൾ കൊണ്ട് നിന്നെ അനുഭവിച്ചെങ്കിൽ ദൈവം തൻ്റെ വാക്കുകൾ കൊണ്ട് നിന്നെ ഹോണർ ചെയ്യാൻ പോവുകയാണ്. മാനുഷിക പ്രവൃത്തികൾ കൊണ്ട് നീ നിന്നെ അനുഭവിച്ചെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി ഇന്ന് പകൽ പ്രവർത്തിക്കാൻ പോവുകയാണ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം, എന്റെ വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ ദൂതന്മാർ ചിലരുടെ വീടുകൾക്കകത്തേക്ക് യാത്ര ചെയ്യുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. എന്നോട് കർത്താവ് ഇങ്ങനെ പറയാൻ പറയുന്നു, നീ ഭവനത്തിനകത്താ നിന്നെ അനുഭവിക്കുന്നത്, അവിടെ എൻ്റെ കരം നിനക്ക് വേണ്ടി ചലിക്കാൻ പോകുന്നു. അത്രയ്ക്ക് നന്ദി ഉയരട്ടെ. പകയ്ക്കുന്നവർ മുൻപിലും തള്ളിയവർ മധ്യേയും മേശയൊരുക്കി എന്നെ മാനിച്ച സ്നേഹമേ. ഒരമ്മ എന്ന നിലയിൽ നീ നിന്ദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരമ്മ എന്ന നിലയിൽ ദൈവം നിന്നെ ഹോണർ ചെയ്യാൻ പോകുകയാണ്. മുൻപിലും തള്ളിയവർ മധ്യേയും മേശയൊരുക്കി എന്നെ മാനിച്ച സ്നേഹമേ. ആക്ഷേപം ചൊല്ലിയാലും ദുഷ്ട പരിഹാസമോദിയാലും ഈ ലോകരാക്ഷേപം ചൊല്ലിയാലും ദുഷ്ട പരിഹാസമോദിയാലും
എൻ പ്രാണനാഥൻ പോയതായ പാദമതി. എൻ പ്രാണനാഥൻ പോയതായ പാദമതി. ഇതിനകത്തുണ്ടെന്ന് പറയാൻ എനിക്ക് മടിയില്ല. ഇന്ന് പകൽ നിന്റെ കണ്ണുനീര് കാണുന്ന ഒരുവൻ. ഹല്ലേലൂയ. ശബൽ കടകമന ഞാൻ കാണുന്നു പ്രിയ സഫലിന്റെ രണ്ട് കരങ്ങളിലും പിടിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം. ഞാനത് പറയുമ്പോൾ എന്നോട് ചേർന്ന് പാടും. നിന്ദിച്ചവരുടെ നടുവിലും ആമേൻ തള്ളിയവരുടെ നടുവിലോ അത് പാടുമ്പോൾ ഇന്ന് ചിലർ കണ്ണുകൾ നനയുന്നെങ്കിൽ, ചിലരുടെ അകത്തൊരു ഇടിപ്പുണ്ടാകുന്നെങ്കിൽ, എൻ്റെ കുഞ്ഞെ അത് ദൈവത്തിന്റെ സ്പർശനം നിന്നെ തൊടുകയാണ്. അത് ദൈവത്തിന്റെ കരം നിന്നെ അത് തൊടുകയാണ്. പകയ്ക്കുന്നവർ മുന്നിലും തള്ളിയവർ മധ്യേയും മീശയൊരുക്കി എന്നെ മാനിച്ച സ്നേഹമേ. പകയ്ക്കുന്നവർ മുന്നിലും തള്ളിയവർ മധ്യേയും മീശയൊരുക്കി എന്നെ മാനിച്ച സ്നേഹമേ. യേശുവേ
വാക്യം മലയാള ഭാഷയിലും കുഞ്ഞുങ്ങളാരെങ്കിലും എന്നെ TPT ട്രാൻസ്ലേഷനിലൂടെ ഒന്ന് വായിച്ച് സഹായിക്കണം എന്ന് ദൈവനാമത്തിൽ അവിടുന്ന് ഓർപ്പിക്കുകയാണ്. ആമേൻ. TPTയിൽ നമുക്കതൊന്ന് വായിക്കാം. പ്രാരംഭത്തിൽ മലയാളത്തിൽ. ആമേൻ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യം. Heavenly realities. Okay, അടുത്ത. മലയാളത്തിൽ ഒന്നുകൂടെ വായിച്ചു. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. യെസ്, feast on all the treasures of the heavenly realm and fill your thoughts with heavenly realities. ഇന്ന് കർത്താവ് എന്നോട് പറഞ്ഞത് നമ്മുടെ ചില ചിന്താഗതികൾ മാറണം, ചിന്തകൾ മാറണം. ലോകത്തിൽ നാം ചിന്തിക്കുന്നത് പോലെ നടക്കണം എന്നില്ല. നമ്മുടെ ചിന്തകൾ നമ്മുടെ സ്വഭാവത്തെ മാറ്റിമറിക്കും. നമ്മുടെ സ്വഭാവം നമ്മുടെ മനോഭാവത്തെ മാറ്റും. എനിക്ക് നന്നായി പഠിക്കണം എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങിയാൽ എൻ്റെ ചിന്ത എനിക്ക് പഠിക്കാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ ഒരുക്കും. എനിക്ക് നന്നായി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങിയാൽ, എനിക്ക് സ്പിരിച്വൽ ആകണം എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങിയാൽ എൻ്റെ ചിന്ത പ്രാർത്ഥിക്കാനുള്ള ഒരു സ്വഭാവം എൻ്റെ അകത്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരും. പ്രാർത്ഥിക്കാൻ അങ്ങനൊരു സ്വഭാവം ഞാൻ ഡെവലപ്പ് ചെയ്തു വന്നാൽ എൻ്റെ മനോഭാവം മുഴുവൻ ആത്മീയമായി മാറും. സ്തോത്രം. അപ്പോൾ ഒരു ബേസിക് എന്ന് പറയുന്ന പോലെ, ഒരു ഫൗണ്ടേഷൻ, ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് പോലെ നിൽക്കുന്നത് ചിന്തകളാണ്. സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് ആണെങ്കിലും ചോദിക്കും, എടാ ഞാൻ ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ എന്നാ ചിന്തിച്ചുകൊണ്ടിരിക്കുക അല്ലേ? ഇപ്പം പാസ്റ്റർ എന്ന നിലയിൽ ഞാൻ ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും എനിക്കറിയാം ചിലരുടെ ചിന്തകളൊക്കെ ടിക്കറ്റ് ഇല്ലാതെ, ഫ്ലൈറ്റ് ഇല്ലാതെ ഏതൊക്കെയോ മേഖലകളിലൂടെ ഇങ്ങനെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കാട് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇങ്ങനെ പറന്ന് നടക്കുക. നിങ്ങൾക്കറിയാം, ചിന്തിക്കുന്നത് മുഖത്ത് റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ചിന്തകൾ മുഖത്ത് റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കൗൺസിലിംഗ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട്. എനിക്ക് ആത്മക്കണ്ണുകളാൽ എനിക്ക് മനസ്സിലാവുന്ന കാര്യം എനിക്കറിയാം. ആമേൻ. മുഖത്ത് നമ്മൾ ചില പറയുന്നില്ലേ, മുഖം നോക്കി സംസാരിക്കുക എന്ന്. അത് കറക്റ്റാണ്. മുഖത്ത് നോക്കിയാൽ അറിയാം. അറിയത്തില്ലേ? അറിയാം. ഇവരുടെ ലെവലിലുള്ള കൗൺസിലിങ്ങിൻ്റെ ഭാഗങ്ങൾ അങ്ങനെ പറയാൻ എനിക്കറിയത്തില്ല. അതിൻ്റെ പേരുകളും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ നിങ്ങളൊരു 10 മിനിറ്റ് എൻ്റെ മുമ്പിൽ ഇരുന്ന് തരാമെങ്കിൽ ഞാൻ നിങ്ങൾ ആരാന്ന് ഉറപ്പായിട്ടും പറയാം. എൻ്റെ വീട്ടിലെ GCHലും എൻ്റെ വീട്ടിലെ മക്കളിലും ഒക്കെ ഞാൻ ചെയ്യുന്ന പോലെ കണ്ണടയ്ക്കാതെ എൻ്റെ മുമ്പിൽ ഒരു 10 മിനിറ്റ് താഴെ തന്നാൽ മതി. നിങ്ങൾ എത്ര ആത്മീയമുള്ളവരാണെന്നും എന്താണ് നിങ്ങളുടെ ചിന്താഗതികളെന്നും ഒരു 95% പറയാം. ഒരു നല്ല കൗൺസിലറിൻ്റെ മുമ്പിൽ എത്തിയാൽ പറയാം. ഒരു നല്ല ഡോക്ടറുടെ മുമ്പിൽ എത്തിയാൽ ആ ഡോക്ടർക്ക് നമ്മുടെ മുഖം കാണുമ്പോഴേ അറിയാം. രോഗമില്ലാതെ രോഗമായിട്ട് വരുന്നതാണോ, രോഗിയായിട്ട് രോഗം കൊണ്ട് വരുന്നതാണോ എന്നൊക്കെ അറിയാം. രാമൻ പറഞ്ഞു. അപ്പം നമ്മുടെ ചിന്തകൾ ഇത് റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആമേൻ. ആമേൻ. എന്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന പലരും അഭിഷേകത്തിൻ്റെ അനുഭവത്തിലേക്ക് വരാത്തത്? അവരുടെ തോട്ട്സ്, അവരുടെ ചിന്തകൾ വ്യത്യസ്തമാണ്. ആമേൻ. 3 മേഖലകളിൽ നമുക്ക് ചിന്തിക്കാം. അതാണ് എൻ്റെ അകത്ത് വന്നൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാണ്. 3 മേഖലകളിൽ ചിന്തിക്കാം. ഒന്ന്, ഞാൻ അതിന് മനസ്സിലാക്കിയ ഒരു കാര്യം, സ്വാർത്ഥമായ ചിന്ത. സ്വാർത്ഥമായ ചിന്ത. ആമേൻ.
അതന്നെ, എന്നിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്ന ചിന്ത. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇടുങ്ങിയ ചിന്താഗതികൾ, ഇടുങ്ങിയ ചിന്ത. അത് ഭയങ്കര സ്വാർത്ഥമാണ്. അവരെ നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത് അറുത്ത കൈക്ക് ഉറക്കെ പറ, അറുത്ത കൈക്ക്. അവർ ഒന്നും ചെയ്തില്ല, കാരണം അവർ ഭയങ്കര സ്വാർത്ഥര. ആ ചിന്തകൾക്കുള്ള കുഴപ്പമാണ് എല്ലാം അങ്ങോട്ട് കിട്ടണം, അവരാർക്കും ഒന്നും ചെയ്യത്തില്ല. അത് ആ സ്വാർത്ഥ ചിന്തയുടെ പ്രശ്നമാണ്, അവരുടെ പ്രശ്നമല്ല, അവരുടെ പ്രശ്നമല്ല, ആ തോട്ട്സിന്റെ പ്രശ്നമാണ്. ഇനി ഈ സ്റ്റേറ്റ്മെന്റ്സോട് ഞാൻ പറയാം. എല്ലാ ചിന്തകളെയും ഭരിക്കുന്ന ഒരു ആത്മാവുണ്ട്. ഒരു നല്ല ആമേ നിങ്ങൾ അതിനെ പറഞ്ഞേ പറ്റുള്ളൂ. എല്ലാ ചിന്തകളെയും ഭരിക്കുന്നത് ഒരാത്മാവാണ്. ചില ചിന്തകളെ പൈശാചിക ആത്മാവ് ഭരിക്കും, ചില ചിന്തകളെ ദൈവാത്മാവ് ഭരിക്കും. അപ്പൊ ഈ തോട്ട്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ജീവിതത്തിനകത്ത്. നിങ്ങൾക്കറിയാമല്ലോ, നമുക്കറിയാം, നല്ല നിലയിൽ പഠിച്ച് ഉന്നത ഡിഗ്രി നേടിയിട്ട് ഒരു ജോലിയും ചെയ്യാതെ പോകുന്നവരില്ലേ? എന്താ എൻ്റെ കാരണം? നമ്മൾ പറയുന്ന ജോലി കിട്ടാത്തതുകൊണ്ടാ? അല്ല, അവരുടെ ചിന്താഗതിയുടെ പ്രശ്നം, അവരുടെ തോട്ട്സിന്റെ പ്രശ്നം. എന്നാൽ മറു സൈഡിൽ നോക്കിയേ, നമ്മൾ പറയുന്ന പോലെ വലിയ വിദ്യാഭ്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷേ അവർ ഉന്നതികളിൽ എന്ത് ചെയ്യുന്നു? എത്തുന്നു. എന്തുകൊണ്ടെന്നറിയാമോ? അവരുടെ ചിന്തകളുടെ അനുഭവമാണ്. ഇനി സയന്റിഫിക്കലി കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളെയും നിങ്ങൾ നോക്കുക. ശാസ്ത്രപരമായി കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളെയും നിങ്ങൾ നോക്കുക. അതിൻ്റെ പുറകിൽ ഒരു മനുഷ്യനുണ്ട്. ബൾബ് കണ്ടുപിടിച്ചതാണെങ്കിലും, ഈ ഇരിക്കുന്ന ക്യാമറ കണ്ടുപിടിച്ചതാണെങ്കിലും, ഈ മൈക്ക് സിസ്റ്റംസ് ഇതിൻ്റെ എല്ലാം പുറകിൽ there's a person, ഒരു വ്യക്തിയുണ്ട്. ഒരു വ്യക്തിയില്ലാതെ ഒരു കണ്ടുപിടുത്തവും ഉണ്ടായിട്ടില്ല. ആ സംഭവങ്ങൾ കണ്ടുപിടിച്ചതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇല്ലായ്മയിൽ നിന്ന് അതിനെ കണ്ടുപിടിച്ചെങ്കിൽ, ഇല്ലായ്മയിൽ നിന്ന് അതിനെ വെളിയിൽ കൊണ്ടുവന്നെങ്കിൽ അതിൻ്റെ കാരണം അത് കണ്ടുപിടിച്ചവന്റെ ചിന്തയാണ്, അവൻ ചിന്തിച്ചതാണ്. ആപ്പിൾ എന്തുകൊണ്ട് വൃക്ഷത്തിൽ നിന്ന് അറ്റപ്പം അത് മുകളിലോട്ട് പോയില്ല, അത് താഴോട്ട് തന്നെ പോന്നു എന്നുള്ളത് ഒരുവന്റെ അകത്ത് കയറിയ ചിന്തയാണ് വലിയ കണ്ടുപിടുത്തങ്ങൾക്കകത്തേക്ക് മൂവ് ചെയ്യുവാൻ കാരണം. പോട്ടെ, അപ്പൊ ഈ ചിന്തകളാണ് നമ്മുടെ ജീവിതത്തെ ഭരിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ ചിന്ത സ്വാർത്ഥമായ ചിന്ത. ഈ ചിന്തക്കകത്ത് വരുന്ന ഒന്ന് രണ്ട് ദോഷങ്ങൾ ഞാൻ പറയാം. ഇവരുടെ കൂടെ എല്ലാവരും ഉണ്ടെങ്കിലും ഇവർക്ക് എപ്പോഴും ആരും ഇല്ലെന്ന് ഒരു തോന്നലുണ്ടാവും. അതൊരു സ്വാർത്ഥ ചിന്തയുടെ പ്രശ്നം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഉറങ്ങാൻ തോന്നുന്നെങ്കിൽ ഉറങ്ങിക്കോ, നോ പ്രോബ്ലം. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ആമേൻ പറയാൻ തോന്നുവാണെങ്കിൽ ആമേൻ പറയണം. പ്രൈസ് ദി ലോർഡ്. സ്വാർത്ഥ ചിന്തയുടെ പ്രശ്നമാണ്. അവർക്കെല്ലാം ഉണ്ട്, എല്ലാവരും ഉണ്ട്, പക്ഷേ അവരെപ്പോഴും പറയും എനിക്കാരും ഇല്ല. പ്രൈസ് ദി ലോർഡ്. കാരണം അവരിൽ തന്നെ തൃപ്തരാകാതിരിക്കുന്നതാണ് അതിൻ്റെ കാരണം. നമ്മൾ ചില അനുഭവങ്ങളിൽ പറയും ഇവർക്ക് എത്ര കിട്ടിയിട്ടും ദാറ്റ്സ് എ പ്രോബ്ലം ഓഫ് ദെയർ തോട്ട്സ്. അത് അവരുടെ ചിന്തയുടെ പ്രശ്നമാണ്, ചിന്തയുടെ പ്രശ്നം. ഓക്കെ, അപ്പൊ ഈ സ്വാർത്ഥമായ ചിന്ത നമ്മുടെ അകത്ത് പരാജയങ്ങൾ കൊണ്ടുവരും. രണ്ടാമത്തെ ചിന്തയെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വേഗത്തിൽ പറയാം. ചിലരുടെ ചിന്ത ഭയങ്കര സ്പിരിച്വലാണ്, ആത്മീയ ചിന്തയാണ്. ചേർന്നൊരാമേൻ പറയാമോ? അവർക്ക് എപ്പോഴും ദൈവമായും ദൈവികമായിട്ടുമുള്ള ബന്ധം. ആമേൻ. ഈ ചിന്തയും ഇതിനെയും നമ്മൾ വിവേചിക്കേണ്ടിയിരിക്കേണ്ട മേഖലകളാണ്. ആമേൻ. ഈ സ്റ്റേറ്റ്മെന്റ്സുകൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എന്തെങ്കിലും നാം ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ വേണ്ടി ആത്മീയത പ്രകടിപ്പിക്കുന്ന ചിന്തകളാകരുത് നമ്മുടെ. ആമേൻ. കുഞ്ഞുങ്ങളുടെ എക്സാമിൻ്റെ സമയമാണ്, പഠിക്കേണ്ട മേഖലയുണ്ട്, എനിക്ക് പഠിക്കാൻ വയ്യ, അതുകൊണ്ട് പപ്പയോട് പറയാം, മമ്മിയോട് പറയാം, ഇതാകുമ്പം പാസ്റ്റർ അടുക്ക ചെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ ഇച്ചിരി നേരം പ്രാർത്ഥിക്കാൻ പോവാ. ആ സ്പിരിച്വാലിറ്റി വെളിപ്പെടുന്നത് എന്തിൽ നിന്നാണ്? അല്ലെങ്കിൽ ആ ഒരു ആത്മീയത പ്രകടമാക്കുന്നത് എന്തിൽ നിന്നാണ്? അവൻ ചെയ്യാനുള്ള ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ. നിങ്ങൾ തിരുവചനം സത്യമായി നിങ്ങൾ മനസ്സിലാക്കുക. ഈ തിരുവചനത്തിനകത്ത് ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ ഒരുവനെയും ദൈവം അനുവദിച്ചിട്ടില്ല. പക്ഷെ ആ ഉത്തരവാദിത്വങ്ങൾ എന്റെയും നിങ്ങളുടെയും ആത്മീയതയെ കവർന്നെടുക്കാനും ദൈവം സമ്മതിക്കുന്നില്ല.
മനസ്സിലാവുന്നു? ജോലിയുള്ളവർ ജോലി ചെയ്യണം. പക്ഷെ ജോലി ദൈവത്തിന്റെ ആത്മീയതയെ കവർന്നെടുക്കാൻ ദൈവം അനുവദിക്കുന്നില്ല. ആമേൻ. ബിസിനസ് ഉള്ളവർ ബിസിനസ് ചെയ്യണം. പക്ഷെ അത് ദൈവത്തിന്റെ ആത്മീയതയെ കവർന്നെടുക്കാൻ ദൈവം അനുവദിക്കുന്നില്ല. എന്നോട് കർത്താവ് ഇടപെട്ടത് അനുസരിച്ച് ഞാൻ പറയാം, രോഗക്കിടക്കയിൽ കിടക്കുമ്പോൾ പോലും ആത്മീയത്തിൽ നിന്നും മാറി നിൽക്കാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചിട്ടില്ല. ഹല്ലേലൂയ. അപ്പൊ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള ഒരനുഭവമായി നാം എടുക്കുന്നത് നമ്മുടെ ആത്മീയമാകരുത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കാരണം നമ്മെ അറിയുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ഹല്ലേലൂയ. അപ്പൊ സ്വാർത്ഥമായ ചിന്തകളുണ്ട്, ആത്മീയമായ ചിന്തകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്തൊരു ചിന്ത പറയാം. ആമേൻ. ഹല്ലേലൂയ. അത് എന്ന് പറയുന്നതിന് അതിന് ഭൗതികമായ ചിന്ത എന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ എന്ന് പറയുന്നത് സാമ്പത്തിക ചിന്ത എന്ന് വേണേൽ പറയാം, എന്ത് വേണേലും പറയാം. അങ്ങനെയുള്ള അനുഭവങ്ങളെ നോക്കിയാൽ നമ്മൾ പറയുന്നത് കമഴ്ന്നു വീണാൽ അവന് ഉറക്കെ പറ. നിങ്ങൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് അല്ല, നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് അല്ലേ. അവന് എവിടെ ചെന്നാലും അവന് കമഴ്ന്നു വീണാൽ, കാരണം അവന്റെ ചിന്ത ഫൈനാൻസ് ആണ്, അവന്റെ ചിന്ത ഭൗതികമാണ്, അവന്റെ ചിന്ത ആ ഒരു അനുഭവത്തിലായതുകൊണ്ട് നഷ്ടം വരാതെ എവിടെ നിന്നെങ്കിലും നേടണം ഈ ചിന്തകളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനിയും അടുത്തൊരു ചിന്ത കൂടെ ഞാൻ പറയാം. ചിലരുടെ അകത്ത് എന്താ പറയണ്ടേ, ആമേൻ, ഹല്ലേലൂയ, ഭയങ്കരമായിട്ട് ഹോസ്പിറ്റാലിറ്റിയുടെ എന്നാ പറയണ്ടേ, ആമേൻ, മറ്റുള്ളവരെ സഹായിക്കാൻ, വചനത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വേർഡ് മലയാളത്തിൽ കിടപ്പുണ്ടല്ലോ, അതിഥി സൽക്കാരത്തിന്റെ ആമേൻ ആ ചിന്തകൾ, ഹോസ്പിറ്റൽ, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി നിൽക്കുക, ആ ഒരു തലത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആമേൻ നമ്മുടെ ആമേൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് മറ്റു ചില കമ്മ്യൂണിറ്റികളിലേക്കൊക്കെ ഒന്ന് പോയാൽ നമുക്കത് തിരിച്ചറിയും. ഒറ്റ പേര് പറയുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് അതിൻ്റെ ആ സീരിയസ്നെസ് മനസ്സിലാകും. മദർ തെരേസയെ പോലെയൊക്കെ ഉള്ള ഒത്തിരി ആമേൻ അനുഗ്രഹിതരായ ആമേൻ വ്യക്തിത്വങ്ങൾ അതിൻ്റെ വക്താക്കളാണ്, അതിൻ്റെ അനുഭവങ്ങളാണ്. അവരാരും ജീവിക്കുന്നത് അവർക്ക് വേണ്ടിയല്ല, അവർ ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അത് വന്നത് ആരോ പ്രേരിപ്പിച്ചത് കൊണ്ടല്ല, നമ്മുടെ ചിന്തയിൽ നമ്മൾ പറയുന്ന പോലെ എന്തോ കോടികൾ കൊടുത്തത് കൊണ്ടല്ല, അവരുടെ അകത്ത് വന്ന ചിന്തയാണ് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ചിലവായി പോകണം എന്നുള്ളത്. സ്തോത്രം. അപ്പൊ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇങ്ങനെ ചിന്തകൾ ഭരിക്കുന്ന മേഖലകൾക്കകത്ത് നിന്നുകൊണ്ട് സ്വർഗം ഇവിടെ ഒരു വാക്ക് നമ്മളോട് പറയുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ആ വാക്കിലേക്ക് നമ്മൾ വേഗത്തിൽ വരുന്നു. ആമേൻ. മലയാളത്തിൽ ഒന്നുകൂടെ നമ്മൾ അത് വായിക്കുകയാണ്. ആമേൻ. വേഗത്തിൽ ശബ്ദമുയർത്തി. യെസ്. മുകളിലത്തെ വാക്യം കൂടെ വായിച്ചു. ഒന്നാമത്തെ വാക്യം ചേർ. കണ്ടോ? ആകയാൽ നമ്മൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, എന്താണ് അതിൻ്റെ അർത്ഥം? ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു എങ്കിൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമേറ്റു എങ്കിൽ, നിങ്ങൾ യേശുവിൻ്റെ സാക്ഷികളാകുന്നു എങ്കിൽ, യേശുവിൻ്റെ വകയായിരിക്കുന്നു എങ്കിൽ, യേശുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, അടുത്ത് ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. അടുത്ത വായിച്ചു. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. അപ്പൊ രണ്ട് തലത്തിലുള്ള ചിന്തയില്ലേ? ഒന്ന്, ഭൂമിയിലുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ചിന്തിക്കാം. രണ്ട്, ഉയരത്തിലുള്ളത് ചിന്തിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇംഗ്ലീഷിൽ ആ ഒരു വാക്കാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടമായിട്ട് തോന്നിയത്. ആമേൻ. ആ വാക്ക് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഫിൽ യുവർ തോട്ട്സ് വിത്ത് ഹെവൻലി റിയാലിറ്റി. സ്വർഗീയമായ നല്ല യാഥാർത്ഥ്യങ്ങളെ കൊണ്ട് നമ്മുടെ ചിന്തകളെ എന്ത് ചെയ്യണം? നിറയ്ക്കണം. എന്താണ് അതിൻ്റെ അർത്ഥമെന്നറിയാമോ? വചനത്തിൽ യേശുപ്പനോട് ഇടപെട്ട ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. ആമേൻ. ഹല്ലേലൂയ. ഏതൊരു സംഭവമാണേലും അതിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഗ്ലാസ്സിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരനുഭവമുണ്ട്. അതിനെ നിറവ് എന്ന് നമ്മൾ പറയും.
സ്തോത്രം. അല്പം വെള്ളമേ ഇതിനകത്തുള്ളൂ, ഇതൊരിക്കലും ഇത് നിറഞ്ഞിട്ടില്ല. നിങ്ങൾ ചിന്തിക്കുക, ഈ ഗ്ലാസ്സിൽ ഇപ്പോൾ ഉള്ള വെള്ളത്തിൽ ആമേൻ ഹല്ലേലൂയ അതിനെ ക്യാരി ചെയ്യുന്ന സ്പേസിനേക്കാൾ കൂടുതൽ അതിനകത്ത് വാക്യൂമാണ് നിൽക്കുന്നത്. ആമേൻ. അല്ലെങ്കിൽ ശൂന്യതയാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ വായുവാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയും, ഇത് ഈ ഗ്ലാസിന്റെ നിറവായിട്ടില്ല. ഇതിൽ ഇപ്പോൾ ഭൂരിഭാഗവും നിൽക്കുന്നത് എന്താണ്? ശൂന്യതയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇതിനെ നിറച്ചു കഴിഞ്ഞാൽ ആമേൻ ഒരു കാര്യം ഉറപ്പാണ്, പിന്നത്തേതിൽ ഒന്നിനും ഇതിനകത്തോട്ട് ഒരു സ്ഥാനമില്ല. ഹല്ലേലൂയ. എൻ്റെ അകത്ത് കയറുന്ന സ്പിരിച്വാലിറ്റിക്ക് ഒരു 100% ഉണ്ടെങ്കിൽ ആമേൻ, ദൈവം വെച്ച ആ കപ്പാസിറ്റി, ആ നിറയാനുള്ള ആമേൻ നിറവിൻ്റെ അനുഭവം അത് 100 നിൽക്കുന്നെങ്കിൽ, അതിനകത്ത് 90 ഉള്ളെങ്കിൽ 10% മറ്റെന്തെങ്കിലും ചിന്തകൾ അതിനകത്ത് കയറും. സ്തോത്രം. എന്തെങ്കിലും ചിന്തകൾ കയറും. ആമേൻ. ആ ചിന്ത മതി നമ്മുടെ 90%ത്തെയും ഒന്നെങ്കിൽ മലിനമാക്കാൻ, അല്ലെങ്കിൽ എന്ത് പറയണ്ടേ ആമേൻ ഹല്ലേലൂയ തകർത്ത് കളയാൻ, അല്ലെങ്കിൽ ഉപയോഗശൂന്യമാക്കി മാറ്റാൻ. ആ 90% ഉപയോഗിക്കാൻ പറ്റിയതാകാം, പക്ഷെ ബാക്കി നിൽക്കുന്ന 10% അതിനെ മലിനമാക്കിയാൽ ഈ 90% ഉപയോഗരഹിതമായി മാറും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാനതിനെ നിങ്ങളുടെ മുമ്പിൽ, മക്കൾ ആരെങ്കിലും എനിക്ക് അവിടുന്ന് ഈ ഗ്ലാസ്സിൽ ഒരു വെള്ളം ഒരു 90% ഒന്ന് നിറച്ചു തരാമോ? ഓടിവാ. ഓക്കെ. ആമേൻ. ഫുള്ള് നിറയ്ക്കല്ല. ആമേൻ ഹല്ലേലൂയ. ആമേൻ. അത് ആ ഒരു അനുഭവം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അത് എനിക്ക് കുടിക്കാൻ പറ്റിയ വെള്ളമാണ്. രാവിലെ നന്നായി തിളപ്പിച്ച് ആമേൻ അതിനകത്ത് എന്തോ ചെറിയ സംഭവമൊക്കെ ഇട്ട് ആമേൻ ത്രോട്ടിന് നല്ലതായി, ശരീരത്തിന് നല്ലതായി ഒക്കെ കൊണ്ടുവച്ചിരിക്കുന്ന വെള്ളമാണ്. ഓക്കെ, മതി. ഇതിപ്പോൾ ഇത്രയും നിറഞ്ഞിരിക്കുക. ഇത് ധൈര്യമായിട്ട് എനിക്ക് കുടിക്കാം, ഹാനി വരത്തില്ല. എനിക്കൊരു ഉറപ്പുണ്ട്, ഇത് കുടിക്കാനുള്ളതാ. പക്ഷേ അത് ഇച്ചിരി കുറഞ്ഞു പോയി, കുടി ഇച്ചിരി കട്ടിയായിപ്പോയെന്ന് തോന്നുന്നു. ഓക്കെ. അപ്പം ഇതിനകത്തേക്ക് ഒരു ഡ്രോപ്പ് ആണെങ്കിൽ പോലും മഷിയോ വിഷമോ കളറോ അല്ലെങ്കിൽ എന്തെങ്കിലും വീണാൽ ഇന്നലെ ഉപയോഗമായിരുന്നു എന്നുള്ളത് കൊണ്ട് ഇപ്പോഴത് ഉപയോഗമുള്ളതാകണം എന്നില്ല. പ്രൈസ് ദി ലോർഡ്. തോട്ട്സ്, ചിന്തകൾ ആത്മീയത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ, അതിനകത്ത് എൻ്റെ ഭാഷ ലോകം കയറിയാൽ, മാലിന്യം കയറിയാൽ, വിഷം കയറിയാൽ, അവിശ്വാസം കയറിയാൽ, ആമേൻ ഹല്ലേലൂയ, ഇത് പിന്നെ ഉപയോഗിക്കാൻ കഴിയത്തില്ല. വില കൊടുത്തു വാങ്ങിയതാണെങ്കിലും ഒഴിച്ചു കളയും. അപ്പൊ സ്വർഗം ഇന്ന് പകൽ നമ്മളോട് പറയുന്ന ഒരു വലിയ കാര്യം ഇതാണ്. ഒന്നെങ്കിൽ നിനക്ക് ഭൂമിയിലുള്ളത് ചിന്തിക്കാം, ഇല്ലെങ്കിൽ ഉയരത്തിലുള്ളത് നിനക്ക് ചിന്തിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇത് മുകളിലെ പദം ഒന്നുകൂടെ, 1-ാം വാക്യം ഒന്നും കൂടെ നമ്മൾ വായിച്ച് ധ്യാനിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് വരാം. നിങ്ങൾ ശ്രദ്ധിക്കുക. 1-ാമത്തെ വാക്യം പറയുന്നു, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നമ്മുടെ ഭാഷയിൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, നമ്മുടെ ഭാഷയിൽ ആമേൻ അഭിഷേകം പ്രാപിച്ചിരിക്കുന്നു, നമ്മുടെ ഭാഷയിൽ ആമേൻ ഹല്ലേലൂയ എന്താ പറയണ്ടേ ആമേൻ ദൈവവചനം വായിക്കുന്നു. നമ്മുടെ ഭാഷയിൽ ഇതെല്ലാം ചെയ്യുമ്പോഴും, ഇതെല്ലാം നടക്കുമ്പോഴും നമ്മുടെ ചിന്തകൾ വ്യത്യസ്തമാകാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ആരോടൊക്കെയോ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നാം എന്തു ചെയ്യുന്നു എന്ന് നോക്കുന്ന ദൈവമല്ല, നാം ചെയ്യുന്നത് എന്തിനു വേണ്ടി എന്ന് നോക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആമേൻ ഹല്ലേലൂയ. ഞാൻ എന്ത് ചെയ്യുന്നു എന്നല്ല. നമ്മുടെ ഇതിൽ തന്നെ എക്സാമ്പിൾ പറയാം. സഭ ചാരിറ്റി ചെയ്യുന്നു, സഭ GCHന്റെ ഭാഗമായി നിൽക്കുന്നു. സഭ എന്ത് ചാരിറ്റി ചെയ്യുന്നു എന്നല്ല ദൈവം നോക്കുന്നത്, എന്തിനു വേണ്ടി ചാരിറ്റി ചെയ്യുന്നു എന്ന ദൈവം നോക്കുന്നത്. സഭ മിഷൻ ചെയ്യുന്നു, ആമേൻ, സഭ മിഷൻ ചെയ്യുന്നത് നോക്കുന്ന ദൈവമല്ല, പക്ഷെ എന്താണ് അതിന്റെ മുൻപിലെ ആറ്റിറ്റ്യൂഡ്, അതിന്റെ മോട്ടിവേഷൻ എന്താണ്, അതിന് മുഖാന്തരം പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷ എന്താണ്, ഇതാണ് സ്വർഗത്തിലെ ദൈവം
നോക്കുന്നത്. നമ്മുടെ GCH ഇവിടെ നടക്കുന്നു. GCH നടക്കുന്നതിനെ മൈൻഡ് ചെയ്യുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. പക്ഷെ GCH എന്തിനു വേണ്ടി എന്നുള്ളതിനെ നോക്കുന്ന ഒരു ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഞാൻ തുറന്നു പറയാം, നാം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എന്തിനു വേണ്ടി എന്ന് ദൈവം നോക്കുമ്പോ അത് മുഴുവൻ ബേസായി നിൽക്കുന്നത് നമ്മളുടെ ചിന്തയിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമത്തിനു വേണ്ടി നാം നിൽക്കുന്നു. എന്തിനു വേണ്ടി? ദൈവനാമത്തിനു വേണ്ടി നാം കൊടുക്കുന്നു. എന്തിനു വേണ്ടി? ദൈവരാജ്യത്തിനു വേണ്ടി നാം പോകുന്നു. എന്തിനു വേണ്ടി? എന്താണ് ഇതിന്റെ പുറകിൽ? പ്രൈസ് ദി ലോർഡ്. യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരെ നോക്ക്. ഒരുവൻ പറയുക, എന്നെ തിരഞ്ഞെടുത്തത് കൊണ്ട് എൻ്റെ ചിന്ത ആ മാർവിൽ കിടക്കണം, അവിടെ കിടക്കണമെന്ന്. അപ്പൊ തന്നെ മറ്റൊരുത്തൻ പറയാ, യേശുവിന്റെ കൂടെ ഒക്കെ നടക്കുന്നത് കൊണ്ട് ഇദ്ദേഹം എവിടാണെന്ന് അറിഞ്ഞ് അപ്പുറത്ത് ചെന്ന് കിട്ടുന്ന വെള്ളിക്കാശ് വാങ്ങിച്ച് ആരും അറിയാതെ ഇദ്ദേഹത്തെ എന്ത് ചെയ്യണം? ഒറ്റിക്കൊടുക്കണം. രണ്ടും ശിഷ്യന്മാരാ, രണ്ടും അപ്പോസ്തലന്മാരാ, രണ്ടും യേശു വിളിച്ചവരാ, രണ്ടും യേശുവിനോട് കൂടെ വന്നവരാ, രണ്ടും യേശുവിനെ കുറിച്ച് കേട്ടവരാ, രണ്ടും യേശുവിനെ മനസ്സിലാക്കിയവരാ. പക്ഷേ ഇവരുടെ അകത്തു നിന്ന് വന്നിരിക്കുന്ന മനോഭാവത്തിന്റെ വ്യത്യസ്തതകൾ അവരുടെ ലൈഫിൽ റിഫ്ലക്റ്റ് ചെയ്തതുപോലെ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക, സ്വർഗത്തിന് ചിലരുടെ ചിന്തകളെ മാറ്റാൻ ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ, ആമേൻ. ഇനി എൻ്റെ ഈ സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾ ആത്മാർത്ഥമായി ഒരു പ്രവചന ദൂത് പോലെ നിങ്ങളുടെ ഹൃദയത്തിനകത്തെടുക്കുക. ഭൂമിയിലെ ചിന്ത നിന്നെ പരാജിതനാക്കും, ഉയരത്തിലെ ചിന്ത നിന്നെ ഉയർത്തിയെടുക്കും. ഭൂമിയിലെ ചിന്ത നിന്നെ പരാജിതനാക്കും, ഉയരത്തിലെ ചിന്ത നിന്നെ ഉയർത്തിയെടുക്കും. ഞാൻ ഒന്നുകൂടെ പറയാം, ഭൂമിയോ ഭൂമിയിലുള്ളതിനെ കുറിച്ചോ നീ ചിന്തിച്ചു പോയാൽ, നീ ചിന്തിച്ച് ജീവിച്ചാൽ, നീ ചിന്തിച്ച് ചിലവഴിച്ചാൽ, ആമേൻ, നിന്റെ ലൈഫ് ആമേൻ ഒരു പരാജയമായി മാറും. Praise God, hallelujah. എന്നാൽ ഉയരത്തിലെ ചിന്ത നിന്റെ അകത്ത് ഭരിക്കാൻ തുടങ്ങിയാൽ, ലോകമാരും നിന്നെ ഉയർത്തിയില്ലെങ്കിലും, ലോകമാരും നിന്നെ ഹോണർ ചെയ്തില്ലെങ്കിലും, തക്ക സമയത്ത് നീ ദൈവത്തിന്റെ സന്നിധിയിൽ താണിരിക്കുന്നു എങ്കിൽ, നീ ചിന്തിക്കുന്നത് ഉയരത്തിലേതാണെങ്കിൽ, സ്വർഗത്തിലെ ദൈവം നിന്നെ ഉയർത്തുക തന്നെ ചെയ്യൂ. ഇന്ന് പകൽ ഞാൻ പ്രവചനാത്മാവിൽ പ്രവചിക്കുന്നു, സ്വർഗത്തിലെ ദൈവത്തിന് ഇവിടെ ചിലരെ ഉയർത്താൻ ആഗ്രഹമുണ്ട്. സ്വർഗത്തിലെ ദൈവത്തിന് ഇവിടെ ചിലരെ ഉയർത്താൻ ആഗ്രഹമുണ്ട്. നിന്റെ അകത്തു കിടക്കുന്ന മനോഭാവത്തിൽ, നിന്റെ അകത്തു കിടക്കുന്ന സ്വഭാവത്തിൽ ദൈവികമായ ചിന്തകളിലേക്ക് ആത്മമണ്ഡലം ഒന്ന് അടുപ്പിച്ചു പിടിക്കാൻ ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. Okay. Fill your thoughts with heavenly realities. യാഥാർത്ഥ്യങ്ങൾ, ആത്മീയ യാഥാർത്ഥ്യങ്ങൾ, സ്വർഗീയ യാഥാർത്ഥ്യങ്ങൾ നാം തിരിച്ചറിയുക. എനിക്കിവിടെ ലോകത്തിലെ ചിന്തകളെ കുറിച്ചോ ലോകപരമായ അനുഭവങ്ങളെ കുറിച്ചോ ഒന്നും പറയാൻ താല്പര്യമില്ല. പ്രൈസ് ദി ലോർഡ്. ലോകത്തിലെ ചിന്തകളെല്ലാം നാശം. എത്ര പേര് ആമേൻ പറയും? ലോകത്തിലെ ചിന്തകളെല്ലാം ആമേൻ പരാജയമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നല്ലതെന്ന് തോന്നും, പക്ഷേ ആമേൻ ഹല്ലേലൂയ എല്ലാം വേദനിക്കുന്നതും പരാജയപ്പെടുന്നതും ഒക്കെയായി മാറും. ദൈവമക്കളെ, നമ്മൾ എല്ലാവരും തിരിച്ചറിയുന്നൊരു യാഥാർത്ഥ്യമാണ്, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും, ഇപ്പം നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, കേട്ടോണ്ടിരിക്കുകയല്ലേ, നിമിഷ നേരങ്ങൾ കൊണ്ട് ആരോഗ്യമുണ്ടെന്ന് പറയുന്നവരും ആമേൻ ഹല്ലേലൂയ എന്ന് പറയണത് ആരോഗ്യം നിലനിർത്താനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നവരും എല്ലാം എന്ത് ചെയ്യുക? ക്ഷണനേരങ്ങൾ കൊണ്ട് പോവുകയാണ്. പക്ഷെ നമുക്കുള്ള ഒരു യാഥാർത്ഥ്യം എന്നാണെന്നറിയാമോ? ഒരു ഹെവൻലി റിയാലിറ്റി നാം തിരിച്ചറിയേണ്ടത്, ഒരു സ്വർഗീയമായ അനുഭവം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആമേൻ, നമുക്ക് അങ്ങനൊരു യാത്ര ഇല്ല. നിങ്ങൾ എത്ര പേര് അത് ഉൾക്കൊണ്ടെന്ന് എനിക്കറിയത്തില്ല. മരിക്കില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, നമുക്ക് മരണമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. എത്ര പേർക്ക് അതും മനസ്സിലാകുന്ന എനിക്കറിയത്തില്ല. ഞാൻ മരിക്കത്തില്ലെന്നല്ല പറഞ്ഞത്, പക്ഷെ എനിക്ക് മരണമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം കർത്താവ് പറഞ്ഞു, ഈ ലോകത്തിൽ ദൈവത്തിലും ദൈവികമായ അനുഭവത്തിലും വിശ്വസിക്കുന്ന ഒരുവനെ കുറിച്ച് കർത്താവ് പറയാ, നമുക്ക് മരണം ഇല്ല, ഇതൊരു യാത്രയപ്പാ. അതല്ലേ നമ്മൾ പറയുന്നത്? ഇതൊരു യാത്രയപ്പാണ്. എങ്ങോട്ട്? ഇവിടെ നിന്ന് ഒരു സ്വർഗീയമായ അനുഭവത്തിലേക്ക്. ആ റിയാലിറ്റി നമ്മളൊന്ന് തിരിച്ചറിയണോ? അങ്ങനെ തിരിച്ചറിഞ്ഞ ഒത്തിരി ഭക്തന്മാർ നമ്മുടെ പുറകിലുണ്ട്. അങ്ങനെ
എന്നെ തിരിച്ചറിഞ്ഞ് ഒത്തിരി വില കൊടുത്ത മാതാക്കൾ നമ്മുടെ പുറകിലുണ്ട്. അവരൊക്കെ വിളിച്ചു പറഞ്ഞു, ഈ ലോകമല്ല വലുത്, ലോകത്തിലുള്ളതല്ല വലുത്. നമുക്ക് പ്രതീക്ഷയോടെ പ്രത്യാശയോടെ നാം കാത്തിരിക്കുന്ന മറ്റൊരു ലോകമുണ്ട്, മറ്റൊരു അനുഭവമുണ്ട്. ആ ഹെവൻലി റിയാലിറ്റിയെ നാം ആത്മാവിൽ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേര് ആ ശബ്ദം ആത്മകണ്ണുകളിൽ ആത്മീയമായ അനുഭവത്തിൽ ഏറ്റെടുക്കുന്നു? യേശുപ്പ പറഞ്ഞൊരു വാക്കാണ്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അരികിൽ വരത്തില്ല. പ്രയോജനകരമായ ഒരു യാത്ര എൻ്റെ സ്വർഗം ചെയ്തു. എങ്ങോട്ട് പോയി? എങ്ങോട്ട് പോയി? സ്വർഗത്തിലേക്ക് പോയി. എന്തിനു പോയി? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, എന്നെ കണ്ട്, എന്നെ ഇഷ്ടപ്പെട്ട്, എൻ്റെ ബലഹീനത മനസ്സിലാക്കി, എൻ്റെ കുറവുകൾ തിരിച്ചറിഞ്ഞ്, എൻ്റെ പോരായ്മകൾ തിരിച്ചറിഞ്ഞ്, ഈ ലോകം എന്നെ കളിയാക്കുന്നു, ഈ ലോകം എന്നെ നിന്ദിക്കുന്നു, ഇവരെല്ലാം എന്നെ പഴിക്കുന്നു, ഇവരെല്ലാം എന്നെ വേദനിപ്പിക്കുന്നു, ഇത് തിരിച്ചറിഞ്ഞ് അനുഭവിച്ചിട്ട് ഒരുവൻ പറയാ, ഞാൻ പോവുക, ഒരു വീട് ഒരുക്കാൻ പോവാ കുഞ്ഞ്. ആ വീട് ഒരുക്കിയിട്ട് ഞാൻ പെട്ടെന്ന് വരും കേട്ടോ, ഞാൻ പെട്ടെന്ന് വന്ന് നിന്നെ എൻ്റെ കൂടെ ഞാൻ കൊണ്ടുപോകും. ഈ ഹെവൻലി റിയാലിറ്റി, ഈ സ്വർഗീയ യാഥാർത്ഥ്യം ഇന്ന് പകൽക്കാലം ആത്മകണ്ണുകളിൽ, ആത്മകാതുകളിൽ നിങ്ങളുടെ അകത്തേക്കൊന്ന് പ്രവേശിക്കട്ടെ. ഞാൻ ആരംഭത്തിലെ പറഞ്ഞതുപോലെ, പ്രാർത്ഥനാ വിഷയമായി പറഞ്ഞതുപോലെ, വരാൻ പോകുന്ന വലിയ പ്രതികൂലങ്ങളുണ്ട്, വരാൻ പോകുന്ന വലിയ പ്രതിസന്ധികളുണ്ട്. നമ്മുടെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത വലിയ അനുഭവങ്ങൾ, വേദനയുടെ, ദുഃഖത്തിന്റെ അനുഭവങ്ങൾ കണ്ടും കേട്ടും നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകും. പക്ഷെ എൻ്റെ സ്വർഗീയ റിയാലിറ്റി, എൻ്റെ ഹെവൻലി സ്വർഗീയമായ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി ഒരു വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. ആ വീട് മറ്റാർക്കുമല്ല, അത് എനിക്ക് വേണ്ടിയാണ്. തങ്ങൾ പ്രിയം വെച്ച തൻ്റെ മകനായ, തൻ്റെ മകളായ, തൻ്റെ സമയായ എന്നെ തന്നോട് കൂടെ ചേർത്ത് കൊണ്ടുപോകാൻ എൻ്റെ അരുമ മണവാളൻ വരുമെന്ന ആ ഒരു സ്വർഗീയ യാഥാർത്ഥ്യം ഇന്ന് പകൽ ആത്മാവിലൊന്ന് തിരിച്ചറിയുക. ഇന്ന് പകൽ ആത്മാവിലൊന്ന് തിരിച്ചറിയുക. ഇന്ന് പകൽ ആത്മാവിലൊന്ന് തിരിച്ചറിയുക. എൻ്റെ കർത്താവ് വരുവാൻ സമയമായി. എൻ്റെ കർത്താവ് വരുവാൻ സമയമായി. എൻ്റെ മണവാളൻ വരാൻ സമയമായി. അവനോട് കൂടെ ഞാൻ പറന്നുയരാൻ സമയമായി. അവനോട് കൂടെ ഞാൻ ചേർത്തെടുക്കപ്പെടാൻ സമയമായി. സ്വർഗീയ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ആമേൻ. സ്വർഗീയ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയണം. എന്താണ്? കർത്താവ് എനിക്ക് വേണ്ടി ഒരു നല്ല വീട് പണിതുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. എന്നെ കൊണ്ടുപോകാൻ വേഗം വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തിരിച്ചറിയണം, തിരിച്ചറിയണം. ഇനി അടുത്ത തിരിച്ചറിയേണ്ട സ്വർഗീയ യാഥാർത്ഥ്യം, ആമേൻ, കർത്താവിൻ്റെ അകത്ത് വന്നത് ഞാൻ വേഗത്തിൽ പറയാം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ശ്രദ്ധിച്ച്, എല്ലാ ദൈവമക്കളും ഇത് ശ്രദ്ധിച്ചോണം. നമ്മൾ അനാഥരല്ല. നമ്മൾ അനാഥർ എന്നൊരൊക്കെ പറഞ്ഞേ, ഒന്നുറക്കെ പറ. ഈ അന്തരീക്ഷ മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്ന നമ്മുടെ ചിന്തകളെ ആമേൻ മലിനമാക്കുന്ന പൈശാചിക ലോകം കേൾക്കട്ടെ, ഞാൻ അനാഥനല്ല, ഞാൻ അനാഥയല്ല. ഹല്ലേലൂയ. നിന്റെ മനസ്സിനെ നീ ഒറ്റയ്ക്കാണ് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, നടക്കാൻ പറ്റത്തില്ല. എനിക്ക് വേണ്ടി ആരുമില്ല, എനിക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കുന്നില്ല, എന്നെ ആരും ഗമനിക്കുന്നില്ല, എന്നെ ആരും നോക്കുന്നില്ല, എന്നോട് ആരും മിണ്ടുന്നില്ല. ഇല്ല കുഞ്ഞെ, ആര് പറഞ്ഞു? നീ ക്രിസ്തുവിലായ ഒരു ദൈവ പൈതലാണെങ്കിൽ നിനക്ക് വേണ്ടി ലോകത്തിലെ ചിലരല്ല, നിനക്ക് വേണ്ടി സ്വർഗത്തിന്റെ ഒരു വലിയ സൈന്യമുണ്ട്. ഹല്ലേലൂയ. അത് പറയുമ്പോൾ എനിക്ക് ഇഷ്ടമാണ്, ഒറ്റയ്ക്ക് ദൈവിക എൻകൗണ്ടറുകൾ അനുഭവിച്ച ദൈവിക അഭിഷിക്തന്മാരെ ദൈവവചനത്തിനകത്തെടുക്കാൻ. പ്രൈസ് ദി ലോർഡ്. ആരുമില്ലാതിരുന്ന ഇടങ്ങളിൽ, എലിയാവായിക്കോട്ടെ, എലീശയായിക്കോട്ടെ, ആമേൻ, ഹല്ലേലൂയ, നോഹയായിക്കോട്ടെ, ആമേൻ, ഒറ്റയ്ക്ക് ഇടപെടൽ അനുഭവിച്ച ദൈവിക എൻകൗണ്ടറുകൾ അനുഭവിച്ച, ആമേൻ, ഒറ്റപ്പെട്ടെന്ന് തോന്നിയ മേഖലകളിൽ വന്ന, പുതിയ നിയമത്തിന് വന്ന എത്രയോ അഭിഷിക്തന്മാർ, എത്രയോ അപ്പോസ്തലന്മാർ ഒറ്റയ്ക്കായെന്ന് വിധി പറഞ്ഞ മേഖലകളിൽ, ആമേൻ, അവർ ദൈവത്തിന്റെ മഹത്വം കണ്ടു. അതിന്റെ കാരണം അവർ ഒറ്റയ്ക്കല്ല. ഇന്ന് പകൽ ഈ സ്വർഗീയ റിയാലിറ്റി പറ. കർത്താവ് പറയാ, ഞാൻ പോകുന്നത് പ്രയോജനമാണ്. ഞാൻ പോകുമ്പോൾ നീ ഒറ്റയ്ക്കല്ല. നിന്റെ കൂടെ ഇരിക്കേണ്ടതിന്, നിന്റെ കൂടെ നടക്കേണ്ടതിന്, നിന്നോട് സംസാരിക്കേണ്ടതിന്, നിന്നോട് ഇടപഴകേണ്ടതിന് ഞാൻ ഒരുവനെ ആക്കിയിട്ടാ പോന്നേ. ഞാൻ ഒരുവനെ ഏൽപ്പിച്ച
പിടിച്ചിട്ടാ പോന്നേ. ഇന്ന് പകൽ നമ്മുടെ ധൈര്യം എന്തെന്ന് ചോദിച്ചാൽ, ഇന്ന് പകൽ നമ്മുടെ ഉറപ്പെന്തെന്ന് ചോദിച്ചാൽ, ഇന്ന് പകൽ നമ്മുടെ സന്തോഷം എന്തെന്ന് ചോദിച്ചാൽ, ആമേൻ, ഞാൻ ഈ ലോകത്തിൽ നിൽക്കുമ്പോൾ തന്നെ എന്റെ കൂടെ ഒരുവനുണ്ട്. അവൻ എനിക്ക് തുണയായി നിൽക്കുകയാ, അവൻ എനിക്ക് കാര്യസ്ഥനായി നിൽക്കുകയാ. അവൻ എന്റെ കരം പിടിക്കൂ, അവൻ എന്റെ കൂടെ നടക്കൂ, അവൻ എന്നെ പ്രതിസന്ധിയിൽ വീഴാതെ സൂക്ഷിക്കൂ, അവൻ എന്നോട് സത്യം പറയൂ, അവൻ എന്നോട് നീതി പറയൂ, അവൻ എന്നെ ചേർത്ത് പിടിക്കൂ. ഇന്ന് പകൽ ഞാൻ ആരോടോ പ്രവചിക്കുന്നു, നിനക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്താൻ പോകുകയാണ്. അത് നിന്റെ മേൽ, നിന്റെ തലമുറയുടെ മേൽ സംഭവിക്കുമെന്ന് ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പ്രവചിച്ച എത്ര പേർ ചേർന്ന് സമ്മതിക്കോ? അത് സംഭവിക്കാൻ പോകുകയാണ്, അത് സംഭവിക്കാൻ പോകുകയാണ്, അത് സംഭവിക്കാൻ പോകുകയാണ്, അത് സംഭവിക്കാൻ പോകുകയാണ്. സഭയോട് ഞാൻ ആത്മാവിൽ പ്രവചിക്ക, സഭ ഒറ്റപ്പെടുകയില്ല. ആമേൻ. സഭയോട് ഞാൻ ആത്മാവിൽ പ്രവചിക്ക, സഭ ഒറ്റപ്പെടുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാന്തൽ കമാനി. ഇവിടുത്തെ കാര്യങ്ങളല്ല, ഉയരത്തിലെ കാര്യം അന്വേഷിക്കണം, ചിന്തിക്കണം, ചിന്തിക്കണം, ചിന്തിക്കണം. ഉയരത്തിലേത് ചിന്തിച്ചുകൊണ്ടിരിക്കണം, ഉയരത്തിലേത് ചിന്തിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പോകുന്നിടത്ത്, നടക്കുന്നിടത്ത്, ഇരിക്കുന്നിടത്ത് ആമേൻ, ഉയരത്തിലേത് ചിന്തിക്കണം. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയാം, അങ്ങനെ ചിന്തിച്ച് ഒത്തിരി ദൈവമക്കളുണ്ടല്ലോ, അവർക്കൊക്കെ തിരിച്ചറിഞ്ഞൊരൊറ്റ കാര്യം പറഞ്ഞ് നമ്മളൊന്ന് നന്ദി പറഞ്ഞ് വേഗത്തിൽ ആശീർവാദത്തിലേക്ക് പോകുകയാണ്. സ്തോത്രം. ആമേൻ. ശ്രദ്ധിച്ചേ, ഇങ്ങനെ ആമേൻ ഉയരത്തിലെ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അതിനുവേണ്ടിയൊക്കെ വില കൊടുത്തിരുന്നവരെ ലോകമെല്ലാവരും പറഞ്ഞു, ആമേൻ, ഇങ്ങനൊന്നും ചിന്തിച്ചുകൊണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല. എൻ്റെ മുഖത്തേക്ക് നോക്കിയ എല്ലാവരും. ആമേൻ. കുഞ്ഞുങ്ങൾ നന്നായിട്ട് പഠിച്ച്, നന്നായിട്ട് പ്രാർത്ഥിച്ച്, നന്നായിട്ട് ആരാധിച്ച്, നന്നായിട്ട് ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടിയൊക്കെ പ്രയോജനപ്പെടുത്തുമ്പോൾ നമ്മൾ പറയും, ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒന്നും പറ്റത്തില്ല, എന്തെങ്കിലും ഉപജീവനത്തിനുള്ള മാർഗമൊക്കെ നോക്കിയിട്ട് ദൈവവേല. നിങ്ങൾ മിണ്ടുന്നില്ല. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് മോശമാണെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. ഉപജീവനത്തിന് ഇതുപോലെ പറ്റിയ വേറൊരു മാർഗമില്ല. അല്പം മോശമായിട്ട് തോന്നിയല്ലേ? അല്പം മോശമായിട്ട് തോന്നിയല്ലേ? കർത്താവിൻ്റെ വേല ചെയ്യുന്നവൻ അതിൻ്റെ നന്മ കൊണ്ട് എന്ത് ചെയ്യും? ജീവിക്കും. പക്ഷെ ഉപജീവനത്തിന് പറ്റിയ വേല എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന ജോലിയെക്കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത്. പ്രോത്സാഹിപ്പിക്കുന്ന, മോനെ നല്ലതാവണമെന്ന് നമ്മൾ പറയുന്ന അതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് കർത്താവിൻ്റെ വേലയാണ്. ചേർന്നൊരു ആമേൻ പറയോ? ടോമറുദ്ര, കർത്താവിൻ്റെ വേല പപ്പ ചെയ്തതല്ലേ ഏറ്റവും മാന്യം? എനിക്കറിയില്ല കർത്താവിൻ്റെ ദാസൻ ഏത് വയസ്സിൽ അല്ലെ ഏത് പ്രായത്തിൽ ദൈവവേല ആമേൻ ഹല്ലേലൂയ എബി പാസ്റ്റർ ചെയ്തു തുടങ്ങിയെന്ന്. പക്ഷേ ഇന്ന് ഞാൻ മാന്യമായിട്ട് പറയും, ആമേൻ ഹല്ലേലൂയ, കർത്താവിൻ്റെ വേലയാ കർത്താവിൻ്റെ ദാസൻ ചെയ്തതാ ഈ മകൻ ഇവിടെ ഇരിക്കുന്നത്. സ്തോത്രം. ആരോഗ്യത്തോടെ ബലത്തോടെ ഇരിക്കാൻ, ദൈവരാജ്യത്തിന് വേണ്ടി നിന്നതല്ലേ നമ്മുടെ മാന്യത. നിങ്ങൾ എത്ര പേരെ ആമേൻ പറയും? ആമേൻ ഹല്ലേലൂയ. തിരിച്ചു കൊണ്ടുപോകാൻ, മാറ്റി നിർത്താൻ എത്രയോ ബന്ധങ്ങൾ വന്നിട്ടും ദൈവരാജ്യത്തിന് വേണ്ടി വില കൊടുത്തു നിന്നതല്ലേ? ആണോ അല്ലയോ? നിങ്ങൾ പറ. ആമേൻ ഹല്ലേലൂയ. തകർക്കുമെന്ന് വാദിച്ച പലതിൻ്റെ മുമ്പിൽ തകരാതെ നിൽക്കാൻ ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനമല്ലേ നമ്മളെ ഉയർത്തി നിർത്തിയത്? നിങ്ങൾ എത്ര പേരോട് ചേർന്ന് പറയും? പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ പറയാ, ആമേൻ ഹല്ലേലൂയ, നമ്മുടെ ചിന്തകൾ ദൈവികമായി മാറണം. ജോലിക്ക് വേണ്ടി ദൈവമാക്കിയവർ ജോലി ചെയ്യണം. ആമേൻ ഹല്ലേലൂയ. ബിസിനസ്സിന് വേണ്ടി ദൈവമാക്കിയവർ ബിസിനസ് ചെയ്യണം. പക്ഷെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവൻ ജോലിയുടെ പുറകെയും ബിസിനസിന്റെ പുറകെയും പോകരുത്. ആമേൻ. ജോലിയും ബിസിനസിനേക്കാളും നല്ലത് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കുന്നതാണ്. അതാ ഞാൻ പറഞ്ഞേ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിൽക്കുന്ന തലമുറകളെ അതിനുവേണ്ടി തന്നെ പ്രോത്സാഹിപ്പിക്കണം. ചേർന്നൊരു ആമേൻ പറയാമോ? ഹല്ലേലൂയ. ഓക്കെ, നമ്മുടെ ചിന്തകൾ എന്തായി മാറണം? പറഞ്ഞേ, ഉറക്കെ പറ, ഉറക്കെ പറ. ഉയരത്തിലുള്ളത് ചിന്തിക്കണമെങ്കിൽ അവിടുത്തെ കാര്യം വല്ലതൊക്കെ അറിയണം. ഇനി രണ്ട് കാര്യം നിങ്ങൾ അറിയോ? അറിയാത്തതിനെ കുറിച്ചും നമുക്ക് ചിന്തിക്കാം, അറിയുന്നതിനെ കുറിച്ചും നമുക്ക് ചിന്തിക്കാം. അറിയാത്തതിനെ കുറിച്ചും നമുക്ക് ചിന്തിക്കാം. ഞാൻ അമേരിക്കയ്ക്ക് പോയിട്ടില്ല, പക്ഷെ അമേരിക്കയെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാം. അവിടുത്തെ കുറച്ച് സ്ഥലങ്ങളുടെ പേരറിയാം, അപ്പോൾ അവിടെ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ എനിക്ക് എന്ത് ചെയ്യാം? ചിന്തിക്കാം. അവിടെ കുറച്ച് പേരുടെ പേരൊക്കെ അറിയാം, സ്ഥലങ്ങളുടെ പേരും അറിയാം, ആളുടെ പേര്, അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ആവുമെന്ന് എന്ത് ചെയ്യാം? ചിന്തിക്കാം. അത് ചിന്തിക്കുന്നത് കൊണ്ട് വല്ല കാര്യമുണ്ടോ?
നിങ്ങൾ എന്നോട് ചെന്ന് പറയും, അറിയുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതാണോ നല്ലത്, അറിയാത്തതിനെ കുറിച്ച് ചിന്തിക്കുന്നതാണോ നല്ലേ? പറഞ്ഞേ. നമുക്കറിയാം ഒരു ഗുണവും ചെയ്യത്തില്ല, പക്ഷെ പുള്ളിയെ ഓർത്ത് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഒരു നല്ല വാക്ക് പോലും നമ്മളോട് പറയത്തില്ല, പക്ഷെ ആ പുള്ളിയെ, ആ സംഭവത്തെക്കുറിച്ച് നമ്മളിങ്ങനെ അങ്ങ് ചിന്തിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഇന്ന് പകൽ അറിയാവുന്ന ഒരുത്തനില്ലേ? ഉണ്ടോ ഇല്ലയോ? പറ. ഹല്ലേലൂയ. വർണ്ണിച്ചാലും 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 തീരാത്ത ഒരു യേശുവപ്പ നമുക്കില്ലേ? ആമേൻ. ആ യേശുവപ്പയെ കുറിച്ച് ഒന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നേ. ഹല്ലേലൂയ. ദൈവം അനുവദിക്കുന്നെങ്കിൽ നമ്മളിത് കണ്ടിന്യൂ ചെയ്യാം, ഇല്ലെങ്കിൽ സാധാരണ പറയുന്ന പോലെ തന്നെ അത് വീണ്ടും അടുത്തതിലേക്ക് പോകാം. എന്നാൽ ഇന്ന് പകൽ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയാണ്, നമ്മുടെ ചിന്തകൾ മാറണം. എന്നോട് കർത്താവ് ഇടപെട്ട നിയോഗം പറഞ്ഞ് ഞാൻ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, അടുത്ത നന്ദി പറയാനായി നമ്മൾ പോവാണ്. ആ നിയോഗം ഇതാണ്. കർത്താവ് പറഞ്ഞു, ചിലരുടെ ചിന്തകൾ ദൈവിക പദ്ധതികൾക്ക് വിരോധമായി നിൽക്കുന്നു. ചിലരുടെ ചിന്തകൾ ദൈവിക ബ്ലെസ്സിങ്സിന് വിരോധമായി നിൽക്കുന്നു. യൂദയെ ദൈവത്തിന് ഉപയോഗിക്കാൻ ഒത്തിരി പദ്ധതികൾ മുൻപിൽ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ തൻ്റെ ചിന്ത അവനെ ഒരു പരാജയത്തിലേക്ക് കൊണ്ടുപോയി. അനന്യാസിനെയും ആമേൻ സഫീറയുടെയും ആമേൻ ജീവിതത്തിൻ്റെ അകത്ത് ആമേൻ ദൈവത്തിന് അവരെ ഹോണർ ചെയ്യാൻ ഒത്തിരി മേഖലകൾ മുൻപിൽ ഉണ്ടായിരുന്നിരിക്കാം, ദൈവത്തിന് അവരെ മാനിക്കാൻ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ അവരുടെ മുമ്പിൽ ഉണ്ടായിരിക്കാം, പക്ഷെ അവരുടെ ചിന്തകൾ അവരെ പരാജയത്തിലേക്ക് കൊണ്ടുപോയി. ആമേൻ, ഹല്ലേലൂയ. പുതിയ നിയമത്തിനകത്ത് ഒരു സാധ്യതയും ഇല്ലാത്ത ഒത്തിരി പേരെ ആമേൻ കർത്താവ് വീണ്ടും അവിടുന്ന് മടക്കി വരുത്തി. ആമേൻ, ഹല്ലേലൂയ. പിന്മാറിപ്പോയ, കഴിഞ്ഞ ദിവസങ്ങൾ കേട്ടതുപോലെ നമ്മുടെ ഭാഷയിൽ പിന്മാറിപ്പോയെന്ന് പറയുന്ന, നമ്മുടെ ഭാഷയിൽ മാറിപ്പോയെന്ന് പറയുന്ന പത്രോസിനെ വീണ്ടും നമ്മുടെ വാക്കുകൾ പുറകെ നടന്ന് ആമേൻ ദൈവസഭയുടെ ഫൗണ്ടേഷന് വേണ്ടി ഉള്ള വലിയൊരു വെളിപ്പാട് കൈമാറാൻ സ്വർഗത്തിന് അവിടുന്ന് പ്രസാദം തോന്നി. ചെയ്തത് മറ്റൊന്നുമല്ല, അവൻ്റെ ചിന്തകളെ അറിഞ്ഞ ഒരു ദൈവമുണ്ട്, അവൻ്റെ മനോഭാവത്തെ അറിഞ്ഞ ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയാം, ഈ പദം നിങ്ങൾ ശ്രദ്ധിക്കുക. ആമേൻ, നമ്മുടെ സാഹചര്യം നോക്കി എന്തെങ്കിലും ചെയ്യുന്ന ദൈവമല്ല, നമ്മുടെ മനോഭാവം, നമ്മുടെ ചിന്തകൾ നോക്കി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പലപ്പോഴും നമ്മൾ ആമേൻ പറയുന്ന ഒരു കാര്യം, ചിന്തിക്കുന്ന ഒരു കാര്യം നമ്മുടെ സാഹചര്യം കൊണ്ട്. പക്ഷെ ഇന്ന് പകൽ ഞാൻ പറയുന്നു, സാഹചര്യം നോക്കി ഒന്നും ചെയ്യുന്ന ദൈവമല്ല, പക്ഷെ നിന്റെ ചിന്തകളെ തിരിച്ചറിഞ്ഞ് ചിന്താഗതികളെ മനസ്സിലാക്കി നിനക്ക് വേണ്ടി വലിയവ ചെയ്യുന്ന ദൈവമാണ്. നോക്കിക്കേ, ഒരു സഹോദരി ആമേൻ യേശുവിന്റെ കാൽക്കൽ വന്നിരിക്കുന്നു. അവൾ അധ്വാനിച്ചുണ്ടാക്കിയ വലിയ ഒരു തൈലത്തിന്റെ ആമേൻ, ഹല്ലേലൂയ, എന്താ പറയുക, ഒരു ഭരണി എണ്ണയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അവിടെ നിൽക്കുമ്പോൾ കർത്താവ് പറയാണ്, ഇവൾ ചിന്തിക്കുന്നത് അല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ചിന്തിക്കുന്നത്. അവിടെ രണ്ടുപേരുടെയും ചിന്തകൾ വ്യത്യസ്തമാണ്. ആമേൻ, ഒരുവന്റെ ചിന്ത പറയുന്നു, ഇത്രയും വലിയ ചിലവ് എന്തിനാണ്? പക്ഷെ മറു സൈഡിൽ അടുത്തൊരുവളുടെ ചിന്ത പറയുക, എനിക്ക് പോരാ, ഇനിയും എനിക്ക് ദൈവത്തെ യേശുവപ്പയുടെ കാൽക്കൽ ഒഴിക്കണം, എനിക്ക് ഇനിയും ചെയ്യണം. ആമേൻ, ഇതിനെ വേർതിരിച്ചത് ചിന്തകളാണ്. ഒരുവൻ പറയുന്നു, ഈ പാപിനിയായവളുടെ കൂടെ ഇവൻ ഇരിക്കുന്നത് ഇവനത് തിരിച്ചറിയുന്നില്ലേ? ഈ ചിന്ത അകത്ത് വരുമ്പോ മറ്റൊരുവൾ പറയാ, ഞാൻ പാപിയാണെന്ന് എന്റെ അപ്പയ്ക്കറിയാം, പക്ഷെ യേശുവിന്റെ കാൽപാദത്തിങ്കിൽ അടുത്തു വന്ന എന്റെ പാപം അവൻ തുടച്ചു കളയോ. ചിന്തകൾ വ്യത്യസ്തമാണ്, ചിന്താഗതികൾ വ്യത്യസ്തമാണ്. എന്നാൽ ഇന്ന് പകൽ യേശുവിന്റെ ആത്മാവിൽ നിന്നുകൊണ്ട്, പരിശുദ്ധാത്മാവിൽ നിന്നുകൊണ്ട് ഞാൻ പ്രവചിക്കുന്നു, ചിലരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ദൈവം ചിലരുടെ ചിന്താഗതികളെ മാറ്റാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഒറ്റ വാക്കിൽ പറയാം, ഭൂമിയിലുള്ളതല്ല, താഴെയുള്ളതല്ല, ഉയരത്തിലുള്ളത് നമുക്ക് ചിന്തിക്കാം. കണ്ണുകൾ അടയ്ക്കാം, ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ചിലരോടുള്ള ദൈവത്തിന്റെ നീതി വെളിപ്പെടുവാൻ സമയമായി. ചിലരോടുള്ള ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടുവാൻ സമയമായി. ചിന്തകൾ നിന്റെ സ്വഭാവത്തെ, സ്വഭാവം നിന്റെ മനോഭാവത്തെ, മനോഭാവം ദൈവത്തിന്റെ അനുഗ്രഹത്തെ കണക്റ്റഡ് ആക്കി നിർത്തുന്നതാണ്. ഈ ചിന്തകളാണ് ദൈവിക അനുഗ്രഹങ്ങൾക്ക് കാരണമാകുന്നത്. ഈ ചിന്തകളാണ് നല്ലൊരു സ്വഭാവമുള്ളവനാക്കി നിന്നെ മാറ്റുന്നത്. നല്ല സ്വഭാവമാണ് നിന്നെ നല്ല മനോഭാവത്തിലേക്ക് കൊണ്ടുപോകുന്നത്. നല്ല മനോഭാവമാണ് ദൈവത്തിന്റെ നന്മയിലേക്ക്, ദൈവത്തിന്റെ അനുഗ്രഹത്തിലേക്ക് നിന്നെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ നമുക്ക് പറയാം, ഞാൻ ഉയരത്തിലുള്ളത് ചിന്തിക്കുക.
ഒരിക്കൽ കൂടെ അനാഥൻ ഞാനല്ല, വിദൂരം നീയല്ല, അപമാനങ്ങളെ നീ മാന്യതയാക്കി. അനാഥൻ ഞാനല്ല, വിദൂരം നീയല്ല, അപമാനങ്ങളെ നീ മാന്യതയാക്കി. അനാഥൻ ഞാനല്ല, വിദൂരം നീയല്ല, അപമാനങ്ങളെ നീ മാന്യതയാക്കി. ഒരിക്കൽ കൂടെ അനാഥൻ ഞാനല്ല, വിദൂരം നീയല്ല, അപമാനങ്ങളെ നീ മാന്യതയാക്കി. വാരിപ്പുണർന്നെന്നെ മുത്തങ്ങളേകി, രട്ടുകളഴിച്ചെന്മേൽ പുതുവസ്ത്രമേകി. ഓ വാരിപ്പുണർന്നെന്നെ മുത്തങ്ങളേകി, രട്ടുകളഴിച്ചെന്മേൽ പുതുവസ്ത്രമേ. ഓ പാപ്പാ, പാപ്പാ, മകനാ, നിൻ മകനാ. പാപ്പാ, പാപ്പാ, മകനാ, നിൻ മകനാ. ഒരിക്കൽ കൂടെ പാപ്പാ, 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 മകനാ, നിൻ മകനായി. പാപ്പാ, പാപ്പാ, മകനാ, നിൻ മകനാ. കൺമണി പോൽ കാക്കുന്നു എന്നെ, വാത്സല്യമെന്നിൽ പകർന്നു. കൺമണി പോൽ കാക്കുന്നു എന്നെ, വാത്സല്യമെന്നിൽ പകർന്നു. കൺമണി പോൽ കാക്കുന്നു എന്നെ, വാത്സല്യമിൽ പകർന്നു. കൺമണി പോൽ കാക്കുന്നു എന്നെ, വാത്സല്യമെന്നിൽ പകർന്നു. നിന്നെ വിട്ടകന്നു കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ടേ ആയിരിക്കാം. ചേക്കേറാൻ ഓ, ഋഷനാരവരവശമതരവവിട്ടാരവേ. ദുഃഖവാനവശതേരികലവവിട്ടാരവ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, അതൊരു ഹൃദയവും അറിഞ്ഞിട്ടില്ല എന്ന് കാലവശവരേതി കലമവിടും. അത് ഏറ്റെടുക്കുവാൻ, അതിൽ ഉറച്ചു നിൽക്കുവാൻ ഓരി മനസ്സകാരബലവസുന്ദരി നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പൂർണ്ണവശതേരകലവശം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കീഴിൽ മറച്ചെന്നെ നീ, നിൻ കണ്ണുകൾ എന്നിൽ അകന്നതില്ല. നിൻ നിഴലിൻ കീഴിൽ മറച്ചെന്നെ നീ, പാപ്പാ,
പൂർണ്ണമായി നമുക്കൊന്ന് ഏറ്റെടുക്കാം. ഹല്ലേലൂയ. കടന്നു വന്ന നിമിഷം മുതൽ വലിയവനായി കർത്താവിന്റെ വലിയ സാന്നിധ്യം അനുഭവിപ്പാൻ അവൻ നമ്മെ സഹായിച്ചു എങ്കിൽ ഹല്ലേലൂയ. ഈ അവസാന നിമിഷം നമുക്കൊന്ന് പറയാം. ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ ചിന്തകളെ ഒക്കെ ഇനി ഒന്ന് മാറ്റിത്തരണമേ കർത്താവേ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞാൻ ചിന്തിച്ചത് ആളുകളി എൻ്റെ കാര്യം മാത്രമായിരുന്നു എങ്കിൽ, എൻ്റെ ഉയർച്ച മാത്രമായിരുന്നു എങ്കിൽ, ഇന്നൊന്നും മാറ്റി ചിന്തിക്കുവാൻ, ഹല്ലേലൂയ, ഓ ഉയരങ്ങളിലേക്കൊന്ന് നോക്കുവാൻ, അവിടെ ഒരുവൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ, അതിനു വേണ്ടി ഒന്ന് ചിന്തിക്കുവാൻ, അതിനു വേണ്ടി ഒന്ന് ഒരുങ്ങുവാൻ. അടികൾക്ക് ലഭിച്ച നല്ല ആലോചനയ്ക്കായി അടികളൊക്കെ സ്തുതിക്കുന്ന കർത്താവേ എന്ന് പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കുക. നമ്മുടെ കണ്ണുകളെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ അടയട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി അടികളങ്ങെ സ്തുതിക്കുന്നു. ഈ വിശുദ്ധ ദിവസവും അടികൾക്ക് ഒരുമിച്ച് ആലയത്തിൽ കടന്നു കർത്താവേ, അങ്ങേ ആരാധിച്ചു ബലപ്പെടുവാൻ, അങ്ങിൽ നിന്നും പ്രാപിക്കുവാൻ കർത്താവേ നീ കൃപ തന്നതിനായി അടികളങ്ങെ സ്തുതിക്കുന്നു കർത്താവേ. കടന്നു വന്നപ്പോൾ കർത്താവേ, ഹല്ലേലൂയ കർത്താവേ, പാടി അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കൃപ തന്നല്ലോ കർത്താവേ. അടികളുടെ പൈതങ്ങളുടെ കർത്താവേ, സാക്ഷ്യങ്ങൾ, അവരുടെ വാക്യങ്ങളൊക്കെ കേൾപ്പാൻ കർത്താവ് കൃപ തന്നതിനായി അടികളങ്ങെ സ്തുതിക്കുന്ന കർത്താവേ. പിന്നെ ദൈവവചനത്തിന്റെ ആഴങ്ങളെ കർത്താവ് അടികൾക്ക് ഒരുക്കി തന്നതിനായി അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ഒരു പുതിയ തീരുമാനവുമായി ഇന്നു മുതൽ എൻ്റെ ചിന്ത ഹല്ലേലൂയ ഉയരത്തിലുള്ളതിനു വേണ്ടി ആയിരിക്കണമേ എന്നുള്ള ആ ചിന്തയോടെ മടങ്ങുവാൻ സ്വർഗമേ നിന്റെ മക്കളായ അടികളെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിന്റെ മക്കളെ എല്ലാവരും ഒന്നുപോലെ അനുഗ്രഹിച്ചതിനായി അടികളൊക്കെ സ്തുതിക്കുന്ന കർത്താവേ. ബലം പ്രാപിച്ച് മടങ്ങുവാൻ, പുതിയ അഭിഷേകത്തിൽ മടങ്ങുവാൻ, പുതിയ തീരുമാനത്തിൽ മടങ്ങുവാൻ ഇന്ന് പകൽ കൃപ തന്നതോർത്ത് അങ്ങ് സ്തുതിക്കുന്ന കർത്താവേ. നിന്റെ മക്കളെല്ലാം ഒരിക്കൽ കൂടി കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഇന്ന് കടന്നു വരുവാൻ സാധിക്കാതെ പോയവരുണ്ട്, അവരെ അടികൾ ഓർക്കുന്നു കർത്താവേ. അടികളിൽ ലഭിച്ചതായ എല്ലാ സന്തോഷവും എല്ലാ സമാധാനവും കർത്താവേ നിന്റെ മക്കൾക്ക് നൽകി കർത്താവ് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങൾക്കായും ഒരിക്കൽ കൂടി അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. അടിയങ്ങൾ ഇപ്പോൾ പിരിയുന്നു, പിരിയാബന്ധമായി കൂടെ ഇരിക്കണം. പിന്നെ ഒന്നിച്ച് അങ്ങേ മഹത്വപ്പെടുത്തും വരെയും അവിടെയായി ശക്കീനയുടെ മറവിൽ നിർത്തണം. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകല മാനവും മഹത്വം അവിടത്തേക്ക് തരുന്നു, യേശുവിന് അതിമഹത്വമുള്ള നാമത്തിൽ തന്നെ. നമ്മുടെ കരങ്ങളെ ഒരു കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേലും പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടിരിക്കുന്ന സർവ്വവിഷയങ്ങളുടെ മേലും ഭൂലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരുടെ മേലും ഇപ്പോഴും കർത്താവിന്റെ രണ്ടാമത്തെ വരവ് വരെയും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. അറുക്കപ്പെട്ട കുഞ്ഞാട് മുഖാന്തരം ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ഹല്ലേലൂയ.